Good morning everyone. Welcome to Adda247 Malayalam channel. Namaskaram, എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. Welcome to the Hindu Editorial Analysis of 18th April 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഈസ്റ്ററും വിഷുവും എല്ലാം ഉണ്ടായിരുന്നല്ലോ ഈ ആഴ്ച. എല്ലാവരും തിരിച്ചു വന്നു, സെലിബ്രേറ്ററി മൂഡെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ ഓക്കെ ആയി പഠിത്തത്തിലോട്ട് വരികയാണെന്ന് വിശ്വസിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ ഹാപ്പി മൺഡേ. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അപ്പം ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ പേഷ്യൻ്റ്ലി വെയിറ്റിംഗ്. നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. കാര്യം ഇന്ന് ഞാൻ 9 minutes ലേറ്റ് ആണ്, എനിക്കറിയാം. ഇൻറ്റൻഷനലി വരുത്തിയതല്ല കേട്ടോ. ഇന്ന് വെളുപ്പിന് ഞാൻ എത്തിയുള്ളൂ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. കുറച്ച് ഒരു ലോങ് ട്രിപ്പ് പോയേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കയറിയുള്ളൂ വെളുപ്പിന്. അത് കഴിഞ്ഞപ്പോൾ ഉള്ള സമയം പെട്ടെന്ന് ചെയ്തതുകൊണ്ട് ഒരു ലേറ്റ് ആയതാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. വിഷുവൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അതുപോലെ പെസഹ, ഈസ്റ്റർ എല്ലാം എല്ലാവർക്കും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി. തിരിച്ച് പഠനത്തിലോട്ട് അല്ലേ, ബാക്ക് ടു ദ മൂഡ്, സ്റ്റഡി മൂഡിലോട്ട് തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ എഡിറ്റോറിയൽ മോഡ്. എഡിറ്റോറിയൽ മോഡിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും എഡിറ്റോറിയൽ ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ആർട്ടിക്കിൾസിൽ വന്നിരിക്കുന്ന വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, ESIC എക്സാം ആയിക്കോട്ടെ, SSC എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, UPSC ലെവൽ എക്സാം, KSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്ലസ് അസംബിൾഡ് വിത്ത് CA പഠിക്കാനാണ് എഡിറ്റോറിയലിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഒറ്റയടിക്ക് രണ്ട് കാര്യം, ഒരു വടിക്ക് രണ്ട് പക്ഷി അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഇൻറ്റൻഷനലി അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും, റീസ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൊക്കാബ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ ആൻഡ് റീഡിംഗ് സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ആ എബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സെഷനിൽ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ഗ്രാമർ സ്ട്രക്ചർ പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നിങ്ങളുടെ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെഷനിങ് ആണ്. നമ്മൾ ജസ്റ്റ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. അതിനുശേഷം ഒരു സെലക്റ്റീവ് ആർട്ടിക്കിൾ ഉണ്ടാകും, അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ വൊക്കാബ് നോക്കും. അപ്പോൾ അതിൽ ആദ്യമേ നമ്മൾ ഫ്രേസൽ വേർബ്സ്, അതുപോലെ ഇഡിയംസ്, വൺ വേർഡ്സ് ഒക്കെ നോക്കുന്നു, ഫോറിൻ ഫ്രേസസ് വേർഡ്സ് ഓഫ് കോഴ്സ്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നു നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ. അതിനുശേഷം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. അതിനുശേഷം നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ ഹോംവർക്ക് ആൻഡ് ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് പോകാം നമ്മുടെ കോട്ടിലോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: നത്തിങ് ഈസ് പർട്ടിക്കുലർലി ഹാർഡ് ഇഫ് യു ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോൾ ജോബ്സ്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയും, അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടയ്യോ അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ അത് ഒറ്റയടിക്ക് മൊത്തത്തിൽ ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് തന്നെ അങ്ങ് ചെയ്ത് തീർത്തേക്കാം എന്നൊക്കെ ഒരുമിച്ച് നമ്മൾ കൂട്ടി ചെയ്യാൻ നോക്കിയാൽ ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. അല്ലെ, അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യണം? യു ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു, അല്ലെങ്കിൽ യു ഹാവ് ടു കട്ട് ഇറ്റ് ഇൻ ടു സ്മോളർ പീസസ്. നമ്മൾ ഓരോ ചെറിയ പീസായിട്ട് അത് കട്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വർക്ക് ആയിക്കോട്ടെ, നമുക്കൊരു അസൈൻമെന്റ് കിട്ടി, അത് ഒറ്റയടിക്ക് ചെയ്യാൻ നിന്നാൽ ഭയങ്കര ഇറ്റ് വിൽ ബി എ ഹെർക്യൂലിയൻ ടാസ്ക്, ഭയങ്കര മലമറിക്കുന്ന പണിയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതല്ല, ചെറുതായിട്ട് ഡേറ്റ കളക്ഷൻ ആദ്യം ചെയ്യുക, എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് മനസ്സിലായോ കൈൻഡ് ഓഫ് തിങ്സ് നമ്മൾ സ്മോളർ ജോബായിട്ട് ചെയ്താൽ പരിപാടി നടക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, റീബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. സോ വി ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമുക്ക് വളരെ സ്ലോ ആയിട്ട് പോകാം കേട്ടോ. ഓക്കെ ഓക്കെ ട്രിപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ കുറേ നാളുകൂടി എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷം. ഓക്കെ, അതായിരുന്നു കാര്യം. യെസ്, അതാണ് കാര്യം. അതെ ഇംഗ്ലീഷ് പ്രോ ഇന്നല്ല ദേവിക, നാളെ നാളെയാണ് കേട്ടോ. അത് നമുക്ക് ചെയ്യാം. ഓക്കെ ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ചാറ്റ് ബോക്സ്, നിങ്ങളുടെ ഇതിനൊക്കെ ഞാൻ റിപ്ലൈ തരാം. സോ നമ്മുടെ കോട്ട് മറക്കണ്ട: നത്തിങ് ഈസ് പെർട്ടിക്കുലർലി ഹാർഡ് ഇഫ് യു ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോൾ ജോബ്സ് മറക്കണ്ട. ഇന്ന് വന്നിരിക്കുന്ന 2 ആർട്ടിക്കിളാണ്. ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കയുടെ പ്രശ്നം, ശ്രീലങ്കയുടെ പ്രതിസന്ധിയെ പറ്റി നമ്മൾ അറിഞ്ഞു. ഇക്കണോമിക് പ്രോബ്ലം ഒരുപാട് അനുഭവിക്കുകയാണ് ശ്രീലങ്ക. അപ്പോൾ അതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എന്നുണ്ട്. ഇറ്റ്സ് ഫോറിൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫോറിൻ ആണ്. അപ്പോൾ നമുക്കത് വലിയ എന്താ പറയുക, നമ്മളെ എഫക്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ബട്ട് ഓഫ് കോഴ്സ് നമ്മളിങ്ങനെയുള്ള ആർട്ടിക്കിളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടുമല്ലോ. അതുകൊണ്ട് അതിലെ വൊക്കാബ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് വൊക്കാബ് അതിൽ നിന്നാണ് വന്നേക്കുന്നത്. മറ്റതിൽ നിന്ന് വൊക്കാബ് ഒന്നും കുറവ്, മറ്റു ആർട്ടിക്കിളിൽ നിന്ന് വൊക്കാബ് കുറവാണ്. അപ്പോൾ ആ ആർട്ടിക്കിൾ സർഫസ് റീഡിന് പറ്റിയ ആർട്ടിക്കിളാണ്. നിങ്ങളൊന്ന് വായിച്ചു വിടുക. ഓക്കെ, ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. സമയം കിട്ടുന്ന പോലെ ഒന്ന് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്
ക്ലൈമറ്റിനെ പറ്റിയാണ്, മൺസൂണിനെ പറ്റിയാണ്. നമ്മളെ അല്ലേ, നമുക്കിപ്പോൾ ഏപ്രിൽ മാസമായി, നമുക്കറിയാം ചൂട് കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഏപ്രിൽ മെയ് മാസം കൂടെ താണ്ടണം, എന്നിട്ട് വേണം മൺസൂൺ. മെയ് അല്ലെങ്കിൽ മെയ് മാസം താണ്ടി വന്നിട്ട് വേണം ജൂൺ ജൂലൈയിലോട്ട് മൺസൂൺ വരാൻ വേണ്ടിയിട്ട്. മൺസൂൺ എങ്ങനെയാണെന്നുള്ള കാര്യത്തെ പറ്റിയൊരു എന്താ പറയുക, ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ടുഡേ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ വൺ വേർഡ്സ്, ഫ്രേസൽ വേർബ്സ്, അതുപോലെ തന്നെ ഇഡിയംസ്. ഇന്ന് കൂടുതലുള്ളത് വൺ വേർഡ് ആണ് കേട്ടോ. ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഇന്ന് കൂടുതൽ വൺ വേർഡ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഓക്കെ, ആദ്യത്തെ വൺ വേർഡ് പിടിച്ചോ, അനക്രോണിസ്റ്റിക്. ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണിത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ലെറ്റ്സ് ഗിവ് ഇറ്റ് റീഡ് അഗൈൻ. അനക്രോണിസ്റ്റിക് എന്ന വാക്ക്, അനക്രോണിസ്റ്റിക് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ബിലോങ്ങിങ് ടു എ പീരിയഡ് അതർ ദാൻ പൊർട്രേഡ്. നമ്മൾ ശരിക്കും പൊർട്രേ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എന്താണ് തുറന്ന് കാണിച്ചിരിക്കുന്ന പീരീഡ് ഉള്ളതല്ല ഡേറ്റ് കാണിച്ചേക്കുന്നത്. സംഭവം വേറെ ഏതോ, അതായത് ഔട്ട്ഡേറ്റഡ് സംഭവം. ശരിക്കും ഇവിടെ കൊടുത്തേക്കുന്ന ഡേറ്റ ഇവിടുത്തെ അല്ല. ക്രൊണോളജി, ഓർഡർ മനസ്സിലായില്ല. ക്രൊണോളജി ഈസ് റിലേറ്റഡ് ടു ഓർഡർ, സീക്വൻസ് റിലേറ്റഡ് ആണ് ക്രൊണോളജി. അപ്പോൾ അനക്രോണിസ്റ്റിക് എന്ന് പറയുമ്പോൾ അന ഈസ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് വേർഡാണ് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാലേ, അനാർക്കി, അതുപോലെ തന്നെ നമ്മളെന്താ ആന്റഗോണിസ്റ്റ്, അങ്ങനെയുള്ള എ വെച്ചിട്ട് വാക്കുകളൊക്കെ ഒരു നെഗറ്റീവ് ഇതിലോട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം അനക്രോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്രൊണോളജി ഓർഡറിൽ കറക്റ്റ് ആയിട്ടുള്ളതല്ല. ബിലോങ് ടു എ പീരിയഡ് അതർ ദാൻ പൊർട്രേ ചെയ്തേക്കുന്നത് ശരിക്കും ഈ ഒരു പീരീഡിലുള്ളതല്ല, ഇതിന് മുമ്പുള്ള ഏതോ ഒരു പീരീഡ്, ഇതിന് മുമ്പുള്ളതോ ഏതോ ഒരു പീരീഡ്, ഇതിനല്ലാതെ ഏതോ ഒരു പീരീഡിലുള്ളതാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് അനക്രോണിസ്റ്റിക് കേട്ടോ. അനക്രോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അനക്രോണിസം ഉണ്ട് കേട്ടോ, അനക്രോണിസം എന്നുണ്ട്. അതുപോലെ അനക്രോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തോ സംതിങ് ദാറ്റ് ഇസ് ബിലോങ്ങിങ് ടു എ പീരിയഡ് അതർ ദാൻ പൊർട്രേ ചെയ്ത് തന്നെ അല്ലാതെ വേറൊരു പീരീഡിലാണ് കാണിച്ചേക്കുന്നത്, ആവിഷ്കരിച്ചേക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് അനക്രോണിസ്റ്റിക് മീൻസ്. അടുത്തത് സിഗ്നേറ്ററി. കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ സിഗ്നേറ്ററി എന്ന വാക്ക് ഒരുപാട് തവണ എന്താ പറയുക, അനലിറ്റിക്കലായി നമ്മൾ കേട്ടുള്ളൊരു വാക്കാണ് സിഗ്നേറ്ററി. ഹീസ് എ സിഗ്നേറ്ററി അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എ സിഗ്നേറ്ററി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. സിഗ്നേറ്ററി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ഒക്കെ പറയുന്ന പാർട്ടിയല്ല, അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടി അല്ല. പാർട്ടി അത് പേഴ്സൺ ആകാം, ഓർഗനൈസേഷൻ ആകാം, കൺട്രി ആകാം കേട്ടോ. പാർട്ടി മീൻസ് പേഴ്സൺ, ഓർഗനൈസേഷൻ ഓർ എ കൺട്രി, അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ആ പേഴ്സൺ, an organization or a country that has signed an agreement, ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഏതിലും മറ്റൊരു കൺട്രി ആയിട്ടോ അല്ലെ മറ്റൊരു പേഴ്സണായിട്ടോ മറ്റൊരു ഓർഗനൈസേഷനോ ആയിട്ടോ എഗ്രിമെന്റ് സൈൻ ചെയ്തു, ഒരു പാക്ട് സൈൻ ചെയ്തു, ഒരു ട്രീറ്റ് സൈൻ ചെയ്ത ആളാണെങ്കിൽ യു കോൾ ദാറ്റ് പേഴ്സൺ ഓർ ദാറ്റ് കൺട്രി ആസ് എ സിഗ്നേറ്ററി എന്ന് പറയും. ഓർത്തന്നെ, സിഗ്നേറ്ററി ഓഫ് ശ്രീലങ്ക അല്ലെങ്കിൽ സിഗ്നേറ്ററി ഓഫ് USA എന്നൊക്കെ പറഞ്ഞാൽ അവരുമായിട്ടൊരു പാക്ട് സൈൻ ചെയ്ത ആൾക്കാരാണ് അല്ലെങ്കിൽ കൺട്രിയാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് എന്നോർത്താൽ മതി. ഓക്കെ, ഓർത്ത് വെച്ചോളാം. സോ ദാറ്റ് ഈസ് സിഗ്നേറ്ററി. വൺ വേർഡ് ആണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത വാക്ക് അഗൈൻ നൗൺ ആണ്. ഇറ്റ്സ് നോട്ട് ഫ്രേസൽ വേർബ് അല്ല കേട്ടോ, ശ്രദ്ധിച്ചോണേ. ബെയിൽ ഔട്ട്. ബെയിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ കടക്കണില്ല, യു ആർ അണ്ടർ ബാങ്ക്രപ്സി. അത് എന്താണ്, നമ്മളെ മൊത്തം നമ്മുടെ കടം മൂടിയിരിക്കുകയാണ് എങ്കിൽ അതിൽ നമ്മൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രസ് അത്ര പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, അങ്ങനെ ഫിനാൻഷ്യൽ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുമ്പോൾ റെസ്ക്യൂ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, ഒരാളെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ബെയിൽ ഔട്ട് എന്ന് പറയും. ഇഫ് ദ ബെയിൽ ഔട്ട് ഫ്രം ഇന്ന സ്ഥലം എന്നൊക്കെ പറയില്ലേ, ഇക്കണോമിക് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബെയിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ഫ്രം ഫിനാൻഷ്യൽ, എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ഇക്കണോമിക്സ് റിലേറ്റഡ് വാക്കാണ്, ഫിനാൻസ് റിലേറ്റഡ് വാക്കാണ്. ബെയിൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ഫ്രം ഫിനാൻഷ്യൽ ക്രൈസിസ്. ഓർത്ത് വെച്ചോണേ, അതാണ് ബെയിൽ ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഒരു അടുത്ത വാക്ക് നോക്കിയേ. അടുത്ത വാക്ക് ഇസ് അൻ ഇഡിയം. ഒരുപാട് നിങ്ങൾ കേട്ടേ, ദിസ് ഇസ് മൈ ലാസ്റ്റ് റിസോർട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ റിസോർട്ട് പണിയാ, റിസോർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പറയുക, സേഫ് പ്ലേസ് അല്ലേ, ഹാവൻ എന്നൊക്കെ നമ്മൾ റിസോർട്ട്, അതാണ് റിസോർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ നോക്കിക്കോ, ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഇതിൻ്റെ അവസാനത്തെ പിടിവള്ളിയാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ഇതെൻ്റെ എന്താ പറയുക അറ്റ കൈയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവസാനത്തെ പരിപാടി. ഇനി നമുക്കൊന്നുമില്ല, വി ഡോണ്ട് ഹാവ് എനി ചോയ്സ് ലെഫ്റ്റ്, ഓൺലി ചോയ്സ് ലെഫ്റ്റ്, ഒറ്റ ഒരു ചോയ്സേ ഉള്ളൂ, ഒരേ ഒരു ചോയ്സ് നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറയുന്നതിന് നമ്മളെന്ന് പറയും. കാരണം എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞു, മറ്റെല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗ്ഗം ഉണ്ടല്ലോ, ഒളി വേ, ഒളി എന്താ പറയുക, ഒളി പാത്ത്, ഒളി ചോയ്സ് ലെഫ്റ്റ്, അതിനെ ലാസ്റ്റ് റിസോർട്ട് എന്ന് വിളിക്കും. മനസ്സിലായോ? ഓർത്ത് വെച്ചാൽ ലാസ്റ്റ് റിസോർട്ട് ഈസ് എൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. ഓർത്തോളം, ഓൺലി ചോയ്സ് ലെഫ്റ്റ് എന്നാണ് ലാസ്റ്റ് റിസോർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു എന്താ പറയുക, ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുമ്പോൾ ഇഡിയമാണ്. അത് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ലൈക്ക് എ നൗൺ, കാരണം ലാസ്റ്റ് റിസോർട്ട് അവസാന അഭയം അല്ലേ എന്ന് പറയില്ല അത്. അടുത്തത് ടേക്ക് ബാക്ക്. ഒരു കാര്യം ടേക്ക് ബാക്ക് ചെയ്യുക എന്ന് അർത്ഥം റിക്ലെയിം പൊസഷൻ. എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ കാര്യം ടേക്ക് ബാക്ക് യുവർ ഡിസിഷൻ അല്ലെങ്കിൽ ടേക്ക് ബാക്ക് യുവർ പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞാൽ റിക്ലെയിം ചെയ്യുക, പൊസഷൻ റിക്ലെയിം ചെയ്യുക. എന്താണോ നീ കൊടുത്തത് അത് തിരിച്ചെടുക്കുക,
അതിപ്പോൾ വേർഡ്സ് ആയിക്കോട്ടെ, ഇവർ ഇഫ് ഇറ്റ് ഇസ് വേർഡ്സ്, പക്ഷെ നമ്മൾ പറയും യു കനോട്ട് ടേക്ക് ബാക്ക് യുവർ വേർഡ്സ് എന്ന് പറയാറുണ്ടല്ലേ. പറഞ്ഞ വാക്ക് ഒരിക്കലും നമുക്ക് വാക്കുകൾ അല്ലെങ്കിൽ ഓർ യുവർ വേർഡ്, നീ പറഞ്ഞ പ്രോമിസ് ഒരിക്കലും നിനക്ക് ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാറില്ല. വാക്കാണ് സത്യം എന്ന് പറയാറില്ലേ, അതുപോലെ. സോ ടേക്ക് ബാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം, ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം റീക്ലെയിം പൊസഷൻ. പൊസഷൻ നമ്മൾ റീക്ലെയിം ചെയ്യുകയാണ്, അതായത് വീണ്ടും ക്ലെയിം ചെയ്യാണ്, തിരിച്ചെടുക്കുവാണ്, തിരിച്ചു പറയുകയാണ് ഇത് എനിക്ക് വേണം, ഇത് ഞാൻ തന്നതാണ്, ഇത് ഞാൻ തിരിച്ചെടുക്കുവാണ്, അതാണ് ടേക്ക് ബാക്ക് എന്ന് പറയാൻ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. യെസ്. അടുത്തത് പുട്ട് ഓൺ. ഓക്കെ, പുട്ട് ഓൺ നോക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ പുട്ട് ഓഫ് എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്വിസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സാറ്റർഡേ നമുക്ക് ക്വിസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയോ? റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതെങ്കിലും ഓർത്തിരിക്കും. നിങ്ങൾക്ക് മറന്നു പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇടയ്ക്കൊന്ന് റിക്കളക്ട് ചെയ്ത് പോകണം കേട്ടോ, അത് ഓർത്തോണം. സോ പുട്ട് ഓൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഓർക്കാം, വെയർ, ധരിക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഗാർമെന്റ്സോ നമ്മൾ അപ്പാരൽ ഡ്രസ്സോ എന്തെങ്കിലും ധരിക്കുന്നതന്നെ നമ്മൾ എന്ത് പറയും? പുട്ട് ഓൺ എ ക്യാപ്, പുട്ട് ഓൺ എ ഹാറ്റ് എന്നൊക്കെ പറയാം. പുട്ട് ഓൺ എ ഡ്രസ്, പുട്ട് ഓൺ എ പ്രോപ്പർ ഡ്രസ് എന്നൊക്കെ പറയില്ലേ, അത് പുട്ട് ഓൺ ഒരർത്ഥമുണ്ട്. വേറൊരു അർത്ഥമുണ്ട് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുക. പുട്ട് ഓൺ ഡിസിഷൻ, പുട്ട് ഓൺ എ പ്രപ്പോസൽ, പുട്ട് ഓൺ TV എന്നൊക്കെ നമുക്ക് പറയാം. പുട്ട് ഓൺ TV എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുക, TV ആക്ടിവേറ്റ് ചെയ്യുക. റിമോട്ട്, പുട്ട് ഓൺ ദ റിമോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുക. പുട്ട് ഓൺ ബോംബ് എന്നൊക്കെ പറയാം. ആക്ടിവേറ്റ് എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണം കേട്ടോ. എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പുട്ട് ഓൺ എന്നും പറയാം, ഓർത്തോണം. ഓക്കെ, സ്വിച്ച് ഓൺ പോലെ, ടേൺ ഓൺ പോലെ പുട്ട് ഓൺ എന്നും പറയാം. റൈറ്റ്, ഓക്കെ, ഓർത്ത് വെച്ചോളാം. ആൻഡ് ദ അതർ വേർഡ് ഇതാണ് ലോഞ്ചിവിറ്റി. ലോഞ്ചിവിറ്റി മീൻസ് ദീർഘായുസ് പറയില്ലേ, ലോങ് ലൈഫ്, അതിനാണ് ലോഞ്ചിവിറ്റി എന്ന് പറയാം. ഓർത്ത് വെച്ചോണം. ലോഞ്ചിവിറ്റി ഓഫ് എ പ്രോഗ്രാം, ലോഞ്ചിവിറ്റി ഓഫ് ദ പേഴ്സൺ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ലോഞ്ചിവിറ്റി ഇത്രേ ഉള്ളൂ, ലോങ് ലൈഫ്, ദീർഘായുസ് എന്നാണ് അതിൻ്റെ അർത്ഥം, ദീർഘായുസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, അപ്പം നമുക്ക് സെറ്റല്ലേ, കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? അയ്യോ, ഏതാണ് അലോറ ആർട്സ് ചോദിച്ചത്? എന്താണ്, ഞാൻ കണ്ടില്ലല്ലോ. ഓക്കെ, ESIC SSO ക്ലാസ് നമ്മൾ ഇത് ചെയ്തു, വിഡ്രോ ചെയ്തു കേട്ടോ. നമ്മളത് വിഡ്രോ ചെയ്തു അലോറ ആർട്സ്. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുക, റീഫണ്ട് കിട്ടും കേട്ടോ, അതിൻ്റെ റീഫണ്ട് കിട്ടും. അപ്പോൾ ബാങ്കിങ്ങിലോട്ടാണെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് തന്നെ കിട്ടും കേട്ടോ. ഒന്നെങ്കിൽ വേണൊരു കോഴ്സിലോട്ട് വേണമെങ്കിൽ അലോറയ്ക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ കാരണം കുട്ടികൾ അപ്ലൈ ചെയ്തപ്പോൾ വളരെ കുറവാണ് നമ്മുടെ ഇതിലോട്ട്. ESIC SSO എന്ന ജോലിയെപ്പറ്റി എനിക്കൊന്നും ആർക്കും അറിയില്ല. ഒരുപാട് തവണ പറഞ്ഞു, പക്ഷെ ആരും തന്നെ അതിനെപ്പറ്റി പറഞ്ഞില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത് കാര്യം. ഓക്കെ, സോ ഇപ്പോൾ റിപ്ലൈ കിട്ടിയില്ലേ? ഓക്കെ, സോറി ഫോർ ദാറ്റ്, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്, ഞാനത് പറയാണ്. ഓക്കെ, അടുത്ത് നോക്കട്ടെ. സംടൈംസ് ഹിസ്റ്ററി ബുക്സ് മേ ഷോ anachronistic trends. All right, yes it is. A secure job will help me to bail out. Okay, all right. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ബെയിൽ ഔട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് നൗൺ ആണ്, ഇറ്റ്സ് എ നൗൺ, ഇറ്റ്സ് നോട്ട് ബെയിൽ ഔട്ട് ആസ് എ ഫ്രേസൽ വെർബ്. അപ്പൊ 2+V1 അല്ല വരിക. ബെയിൽ ഔട്ട് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുവാണെങ്കിൽ, വൺ വേർഡ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒന്ന് ആലോചിക്കേ, ഇത് വൺ വേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തെറ്റല്ലേ? ഓക്കെ, പിന്നെ ഫ്രേസൽ വെർബായിട്ട് ബെയിൽ ഔട്ട് ഉണ്ട്. ഓർത്തോണേ, ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, ഇപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഫ്രേസൽ വെർബായിട്ട് ബെയിൽ ഔട്ട് ഉണ്ട്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ലേ ഔട്ട് ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ റോൾ ഔട്ട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരേ മീനിങ് ആണ്, പക്ഷെ സംഭവം വേറെ എന്ന് പറഞ്ഞില്ലേ. ബെയിൽ ഔട്ട് എന്നൊരു ഫ്രേസൽ വെർബ് ഉണ്ട്, അതായത് ഗ്യാപ്പ് ഇട്ടിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാപ്പ് ഇട്ട് വരുമ്പോഴാണ് അത് നൗൺ അല്ലാതെ ഫ്രേസൽ വെർബായി മാറുന്നത്. ഇപ്പൊ ഇത് ഫ്രേസൽ വെർബാ. ഓക്കെ, ഇറ്റ്സ് എ ഫ്രേസൽ വെർബ്. ഓക്കെ, ബെയിൽ ഔട്ട്. എന്താ ഫ്രേസൽ വെർബ്? ബെയിൽ ഔട്ടിന്റെ അർത്ഥം സെയിം മീനിങ് ആണ്. നിങ്ങൾക്കത് വേർബായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, ബെയിൽ ഔട്ട് എന്ന വേർബായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ട് എഴുതിക്കോളൂ, ദാറ്റ്സ് ഫൈൻ കേട്ടോ. ബെയിൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റെസ്ക്യൂ എ പേഴ്സൺ ഫ്രം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, എസ്പെഷ്യലി മണി കിട്ടിക്കൊണ്ട്, അങ്ങനെ തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഓർത്താൽ മതി. അപ്പം എന്ത് ചെയ്യണം, പാർവതി ഇങ്ങനെ ചെയ്യാം, എ സെക്യൂർ ജോബ് വിൽ ഹെൽപ്പ് മീ ടു ബെയിൽ ഗ്യാപ്പ് ആൻഡ് ഔട്ട് കൊടുക്കുക. ഓക്കെ, ദിസ് ജോബ് ഇന്റർവ്യൂ ഇസ് മൈ ലാസ്റ്റ് റിസോർട്ട്. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്, നല്ല സെന്റൻസ്. Cracking PSC exams is my last resort. Okay, that's fine as well. Same ആണ്, great. As a banker to banks, the Reserve Bank also acts as the lender of the last resort. Okay, great. Government took back the ownership of the land. Okay, that's great. Hi optimist, good morning, welcome. KGF bailed out theatres with devices 300 crores in 2 days. ഓക്കെ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ബെയിൽഡ് ഔട്ടും ഇത് തന്നെ, ഇതിടണം, ഗ്യാപ്പ് ഇട്ട് കൊടുത്തോ. റെസ്ക്യൂഡ് ആരെയാ? ബെയിൽ ഔട്ട് തിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ ബെയിൽ ഔട്ട് ഇത് കറക്റ്റ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്,
അല്ലല്ല ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ, കറക്റ്റ് ശരിയാ. KGF bailed out, rescued theatre, financial help ചെയ്തു theatres with devices 300 crores. Great. ഏത് ഡിസ്ക്രിപ്ഷനുള്ള എൻക്വയറി നമ്പർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല? ഓക്കെ. ഏത് സബ്സ്ക്രിപ്ഷൻ എടുക്കാനാണ് ചോദിക്കുന്നത്? ഒപ്റ്റിമിസ്റ്റിന് ഏത് കോഴ്സാണ് വേണ്ടത്? ഒരു കാര്യം ചെയ്തോ, നോ പ്രോബ്ലം, എൻ്റെ മെയിൽ ഐ ഡി തരാം, നമുക്ക് ഒഫീഷ്യൽ മെയിൽ ഐ ഡി തരാം, നോ പ്രോബ്ലം. എന്നോട് ചോദിച്ചോ, നമുക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഐ ഗിവ് യു കോൾ കേട്ടോ. നമുക്കവിടെ അത് കഴിഞ്ഞിട്ട് ഐ ഗിവ് യു ഇത് ഓക്കെ, എൻ്റെ മെയിൽ ഐ ഡി തരാം. ഓക്കെ, ഇതാണ് rindu.sebastian@Adda247.com. അതാണ് എൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ ID. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോ, ഒരു പ്രശ്നമില്ല കേട്ടോ ഒപ്റ്റിമിസ്റ്റ്. ഓക്കെ, സോ യു ക്യാൻ ഓൾവേസ് feel free to contact me. Okay, that's it. Yeah, India is a signatory to convention on wetlands international. All right, Sri Lanka have to bail show 678 show ഒന്ന് ശ്രദ്ധിക്കണേ. ശ്രീലങ്ക have to അല്ല, ശ്രീലങ്ക ഒറ്റയല്ലേ, ശ്രീലങ്ക has to. Okay, Sri Lanka has to bail out in order to repay the loans. അപ്പോൾ bail outന് ഗ്യാപ്പ് വിടണം കേട്ടോ, ഫ്രേസൽ വെർബ് ആയിട്ടുള്ള കൊടുക്കുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണം? ശ്രീലങ്ക has to break out കേട്ടോ. The battery has a longevity. All right. അതെ പറഞ്ഞത് ശരിയാണല്ലോ. അവൻ ഇന്ന് KGFന്റെ ഇതും വിട്ടിട്ടില്ല, അവൻ്റെ എന്താ പറയുക KGF മോഡ് വിട്ടിട്ടില്ല ഇപ്പോഴും, അതുകൊണ്ടാണ്. All right, I took back the money which I deposited in bank. All right. ഉണ്ട്, ഇംഗ്ലീഷ് പ്രോ നാളെ അല്ലേ തുടങ്ങുന്നത്? നാളെയാണ് ഗുരുദാസ് തുടങ്ങുന്നത്, നാളെ. ഓക്കെ ഓൾറൈറ്റ്. അലോറാർട്സ് പേടിക്കണ്ട കേട്ടോ, അലോറാർട്സ് പേടിക്കണ്ട. ഞങ്ങൾ യൂട്യൂബിൽ ക്ലാസ് എടുത്തുതരാം. ഓക്കെ, യൂട്യൂബിൽ ക്ലാസ് ചെയ്യാം, പെയ്ഡ് ഇല്ലെങ്കിലും യൂട്യൂബിൽ നമുക്ക് ക്ലാസ്, അതിനുള്ള ഇൻസ്ട്രക്ഷൻസും ക്ലാസ്സുകളും പറഞ്ഞുതരാം. ഓക്കെ, പേടിക്കണ്ട കേട്ടോ. എയർ ഇന്ത്യ ഹാവിങ് അത് പേടിക്കണ്ട, അത് നമ്മൾ വിട്ട് കളയില്ല കേട്ടോ, അത് പേടിക്കണ്ട. Air India having longevity after taking off Tata Group. Air India having longevity after Air India has longevity. അവിടെ കൊടുക്കണം, അവിടെ ഒരു ഇത് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത് കൊടുക്കണം ഹരി, അവിടുത്തെ ഓക്സിലറി വെർബ് കൊടുത്ത് Air India is having longevity. ഇല്ല, ഈസ് ഹാവിങ് പറ്റില്ല, കാരണം പൊസഷനെ പറ്റി നമ്മൾ എന്ത് പറയില്ല, ING ഫോമിൽ കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുക്കുക, Air India has longevity after taking taking back. ഈ ഓഫ് ശരിയല്ല, ടാറ്റ ഗ്രൂപ്പ്. ഓക്കെ, കാരണം ടേക്ക് ഇസ് എന്താ പറയുക, ടേക്ക് എന്ന വെർബ് ഇത് വേണം, ഒബ്ജക്റ്റ് വേണം, ഇല്ലെങ്കിൽ ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുക. സോ എന്താ കൊടുക്കണം, ടേക്ക് ഓഫ് ഓർ ടേക്കിംഗ് ബാക്ക് ടാറ്റ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, ദ ന്യൂ ഇക്കണോമിക് പോളിസീസ് ഇൻക്രീസസ് ദ സ്കോപ്പ് ഓഫ് ബെയിൽ ഔട്ട്. ആ ബെയിൽ ഔട്ട് അടുപ്പിച്ചിരുന്നു, അവിടെ നൗൺ അച്ചിപ്പി ഉദ്ദേശിക്കുന്നത്. ദ ന്യൂ ഇക്കണോമിക് പോളിസീസ് ഇൻക്രീസസ് എന്ന് പറയില്ല, അത് വേറെ ആരും. ന്യൂ ഇക്കണോമിക് പോളിസീസ് പ്ലൂറലാണ്, അപ്പോൾ ഇൻക്രീസ് അല്ല, ഇൻക്രീസസ് വരില്ല, ഇൻക്രീസ്. പ്ലൂറൽ വേർബ് കൊടുക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ എങ്കിൽ വേർബും പ്ലൂറൽ കൊടുക്കുക. പോളിസീസ് ഇൻക്രീസ് ദ സ്കോപ്പ് ഓഫ് ബെയിൽ ഔട്ട് ഒറ്റ വാക്ക് കേട്ടോ. The exam is my last resort. All right, that's great. Be quick, just put on your dress and get ready. Great. Signatory of farmers bail out their problems. Okay, great. Fine, that's great. All right, okay. Yeah. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇത്രയും പേര് വാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ലൈവിൽ വാച്ച് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ഡോണ്ട് ഫർഗെറ്റ് ടു 40 ആൾക്കാർ, നമുക്ക് 40 ആൾക്കാർ ലൈവിലുണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യണം, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ട് ഓക്കെ. കാരണം നിങ്ങൾക്കറിയാം 16 പേര്, നോട്ട് ഇവൻ ക്ലോസ്, പകുതി പേര് പോലും നമുക്ക് ലൈവ് വന്നിട്ട് നോട്ട് ഇവൻ ക്ലോസ് കേട്ടോ. സോ ദാറ്റ്സ് നോട്ട് ഗുഡ് അല്ലേ. അപ്പം മറക്കേണ്ട വേർഡ്സ്: അനക്രോണിസ്റ്റ്, സിഗ്നേറ്ററി, ബെയിൽ ഔട്ട്, ലാസ്റ്റ് റിസോർട്ട്, ടേക്ക് ബാക്ക്, പുട്ട് ഓൺ, ലോഞ്ചിവിറ്റി. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. അപ്പം അതിനു മുമ്പ് നമുക്കിപ്പോൾ ടെസ്റ്റ് സീരീസിന് മെഗാ ഓഫർ വന്നിട്ടുണ്ട്. അതായത് 99 നമ്മളിപ്പോൾ ₹99, 99 രൂപയ്ക്ക്, 100 രൂപയ്ക്ക് താഴെയാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് സീരീസ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട്, നിങ്ങൾ നമ്മുടെ Adda247.com എന്ന വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾ കേരള സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, കേരള എക്സാംസ് എടുക്കുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിൻ്റെ സൈഡിലോട്ടോ കോഴ്സിൻ്റെ താഴെ ടെസ്റ്റ് സീരീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേരള PSC 10th ലെവലിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ESISO പഠിക്കണമെങ്കിൽ ESISO ടെസ്റ്റ് സീരീസ് ഉണ്ട് കേട്ടോ. അലോറാർട്സ് ESISയുടെ പാറ്റേൺ ടെസ്റ്റ് സീരീസ് ഓൺലൈൻ പാറ്റേൺ പഠിക്കണമെങ്കിൽ എടുക്കുക. കാരണം 350-380 രൂപയൊക്കെയാണ് ടെസ്റ്റ് സീരീസിന്. പക്ഷേ ഇപ്പം നിങ്ങൾക്കത് 99, അതായത് 100 രൂപീസിനുള്ളിൽ കിട്ടും. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓൺലൈൻ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ്. ഓക്കെ,
10 ടെസ്റ്റുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടെസ്റ്റുകൾ ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ട് വരും. കോഡ് മറക്കേണ്ട Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക ടെസ്റ്റ് സീരീസ് അവൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി 314 ഉപയോഗിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു എസ്സും കൂടി ഇട്ട് കൊടുത്താൽ മതി. Y314 കഴിഞ്ഞിട്ട് എസ്. കാരണം ഇങ്ങനെയുള്ള ഓഫേഴ്സ് വരുമ്പോൾ ടെസ്റ്റ് സീരീസിനും ബുക്സിനും ഒക്കെ ഓഫർ വരുമ്പോൾ ഒരു എസ് കൂടി ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു എസ് ആദ്യം Y314 എടുത്തു. അപ്പോൾ ഇൻവാലിഡ് കോഡ് കാണിക്കുവാണെങ്കിൽ Y314 കഴിഞ്ഞിട്ട് യെസ് കൂടി ഇട്ടു. യെസ് ഇല്ലേ, ഡിജിറ്റ് എസ്, യെസ് അങ്ങ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കോഡ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം, സമയം കളയുന്നില്ല. നമ്മുടെ ബാങ്കിങ് ബാച്ച് വരുന്നുണ്ട് 26-ാം തീയതി. മറന്നിട്ടില്ലല്ലോ, ബാങ്കിങ് ആസ്പിറൻസിന്റെ ബാങ്കിങ് ബാച്ചിന്റെ കാര്യം മറക്കണ്ട. 26-ാം തീയതി ബാങ്കിങ് ബാച്ച് വരുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ജൂണിൽ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതേ ഉള്ളൂ നമുക്ക് മാർഗ്ഗം. അല്ലാതെ നമ്മൾ വെച്ച് താമസിപ്പിച്ച് അവസാനം പഠിച്ചെടുക്കാൻ പറയുകയാണെങ്കിൽ പറ്റില്ല, കൂടില്ല. ഇത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയാലേ നിങ്ങൾക്ക് മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാത്സ്, റീസണിങ് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഇംഗ്ലീഷ് കൂടെ ഉള്ളൂ. ഈ മൂന്നും പഠിച്ചാൽ മതി, നമുക്ക് പഠിച്ച് പോകാം. അതുപോലെ ഇംഗ്ലീഷിന്റെ മാത്രം എക്സ്ക്ലൂസീവ് കോഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യും. April 19 നാളെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാണ്. റിമമിസം ഞാനും കൈകാര്യം ചെയ്യുന്നു. എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആണ്. ബേസിക്സ് ടു അഡ്വാൻസ് നമ്മൾ പഠിപ്പിച്ചു വിടുന്നതായിരിക്കും. അതിൽ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളത് മുന്നിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് സിനോണിംസ്. അപ്പം നമുക്ക് സിനോണിംസ് നോക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ റിലേറ്റഡ് വേർഡ്സ് ആന്റണിംസ് ഒക്കെ നോക്കാം. ലോപ്സൈഡഡ്, ആദ്യത്തെ വാക്ക് ലോപ്സൈഡഡ് ആണ്. ഞാൻ ഒരു തവണ ലോപ്സൈഡഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോപ്സൈഡഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം വൺ സൈഡഡ് ആണെന്ന് അർത്ഥം. അതായത് രണ്ടുപേരുടെ കാര്യം ഇപ്പോൾ ഈക്വൽ ആയിട്ട് രണ്ട് ബൈലാറ്ററൽ ഒക്കെ പറയുന്ന പോലെ യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ലോപ്സൈഡഡ് എന്നർത്ഥം. ഒറ്റ ആളെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നത് എന്നർത്ഥം. സോ ലോപ്സൈഡഡ് എന്ന അർത്ഥം ഇത്രേ ഉള്ളൂ. അസിമെട്രിക്കൽ ആണ്. അത് സിമെട്രിക്കൽ അല്ല, ഈക്വൽ ആയിട്ട് രണ്ടിടത്തും ബാലൻസ് ചെയ്ത് പോകുന്നില്ല. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈവൻ, അത് ഈവൻ ആയിട്ട് പോകുന്നില്ല, ഇറ്റ്സ് അൺഈവൻ. ഒരു നെഗറ്റീവ് വേർഡാണ് ലോപ്സൈഡഡ്. ലോപ്സൈഡഡ് മീൻസ് അസിമെട്രിക്കൽ. അതായത് സിമെട്രിക്കലിന്റെ ഓപ്പോസിറ്റ് ആണ് അസിമെട്രിക്കൽ. ഈവന്റെ ഓപ്പോസിറ്റ് അൺഈവൻ, ബാലൻസ്ഡ് ഓപ്പോസിറ്റ് അൺബാലൻസ്ഡ്. ബാലൻസ്ഡ് ആയിട്ട് പോവാത്ത ഒരെണ്ണത്തിനെ നമുക്ക് ലോപ്സൈഡഡ് എന്ന് പറയാം. അതായത് അസിമെട്രിക്കൽ, അൺഈവൻ, അൺബാലൻസ്ഡ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ആൻഡ് നമുക്ക് വളരെ ഫേവറേറ്റ് ആയുള്ള വാക്കാണ് ഇമിനന്റ്. മൺസൂണിനെ പറ്റി പറയുമ്പോൾ ഇതാ വരാൻ പോകുന്നു. മൺസൂണിലെ ഇറ്റ്സ് ഇംപെൻഡിങ്, വരാൻ പോവാണ്. ഇതാ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് അപ്രോച്ചിങ്, ഇറ്റ്സ് ക്ലോസ്, അടുത്താണ്. അതായത് തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഇംപെൻഡിങ്, ക്ലോസ് അല്ലെങ്കിൽ അറ്റ് ഹാൻഡ്, അടുത്തെത്തി അല്ലെ. അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അടുത്തെത്തി, ഇതാ വന്നു. അപ്രോച്ചിങ്, ക്ലോസ് എന്നൊക്കെയാണ് നമ്മുടെ ഇമിനന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇമിനന്റ് പറയുമ്പോൾ മറ്റു രണ്ട് വാക്കും മറന്നു പോകാൻ പാടില്ല. ഇമിനന്റ് പറയുമ്പോൾ അതേപോലെ ഒരു വാക്കുണ്ട് ഇമനന്റ് അല്ലെ. അതുപോലൊരു അഡ്ജക്റ്റീവ് ഉണ്ട്, സെയിം അഡ്ജക്റ്റീവ് ഉണ്ട് നമുക്ക്, ഇമനന്റ് ഉണ്ട്. എന്താ ഇമനന്റിന്റെ വാക്കിന്റെ അർത്ഥം? ആലോചിച്ച് നോക്കി. ഇമനന്റ് എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് നിങ്ങൾ തന്നെ പറയണം, ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. ഓക്കെ, ഇമനന്റ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. IMM, ഞാൻ സ്പെല്ലിംഗ് നോക്കിയതാ. IMMANENT, അതാണ് ഇമനന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ഈ ഐ മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ, ഈ ഐക്ക് ഒരു A വന്നു. ഇതും അഡ്ജക്റ്റീവ് തന്നെ. എന്താ അർത്ഥം? ഇമനന്റ്. അതുപോലെ വേറൊരു വാക്കുണ്ട്. ഇമനന്റ് എന്ന വാക്ക് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വാക്കിലോട്ട് പോവാം. അടുത്ത വാക്ക് ഈസ് എമിനന്റ്. അതിന് 2 M ഒന്നുമില്ല, ഒരെണ്ണേ ഉള്ളൂ. എമിനന്റ് എന്ന് പറഞ്ഞാലും അഡ്ജക്റ്റീവ് തന്നെയാണ്. സംഭവം മീനിങ് പറഞ്ഞാൽ മതി. എമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എമിനന്റ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. വെൽ നോൺ ആണ്, ഫേമസ് ആണ്, ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ. എമിനന്റ് പേഴ്സണാലിറ്റി, എമിനന്റ് ചീഫ് ഗസ്റ്റ് ഓൺ ദ ഡയസ്, ലെറ്റ് മീ വെൽക്കം ദ എമിനന്റ് ഓൺ ദ ഡയസ് എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. എന്നാൽ ഇമനന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ലെറ്റ് മീ ഗെറ്റ് യുവർ ആൻസേഴ്സ്. ആരെങ്കിലും, എനിവൺ, ആരെങ്കിലും നോക്കട്ടെ, കാണുന്നില്ലല്ലോ. യെസ് യെസ് യെസ്, വെരി ഗുഡ് ഗുരുദാസേ, താങ്ക് യു ഡാ, താങ്ക് യു സോ മച്ച്. ഇമ്പോർട്ടൻ്റ് അല്ല, എമിനന്റ് ആണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺ, ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണെന്നൊക്കെ നമുക്ക് പറയാം. ഇമനന്റ് എന്ന വാക്കിന്റെ അർത്ഥം മാറിപ്പോരുത് കേട്ടോ. ഇമനന്റ് എന്ന് പറഞ്ഞാൽ ഇൻഹെറന്റ് ആണ്, അതായത് നമ്മളുടെ ഉള്ളിലുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. അതായത് ഓൾറെഡി എന്താ പറയുക ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇമനന്റ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് യു, ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്, ഇറ്റ് ഈസ് ഇൻഹെറന്റ്. അതായത് നിങ്ങൾക്ക് ഉണ്ട്, ഇറ്റ്സ് ഓൾറെഡി ഇൻട്രിൻസിക് ഇൻ യു. ഇൻട്രിൻസിക് ആണ്, ഉള്ളതാണ്, നമുക്ക് ഓൾറെഡി കിട്ടി, പാരമ്പര്യമായി കിട്ടിയതാണെന്നൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഇൻഹെറന്റ്, ഇൻട്രിൻസിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ് ഇമനന്റ് എന്ന വാക്കിന്. എമിനന്റ് എന്ന വാക്കിന് വെൽ നോൺ ആണ്, ഡിസ്റ്റിങ്വിഷ്ഡ് ആണ്, ഫേമസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഓൾ റൈറ്റ്, അത് മതി, അത് കേട്ടാൽ മതി എനിക്ക്. അടുത്ത വാക്ക് പിടിച്ചോ, യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന വാക്ക്, യൂട്ടിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം നോക്കുക. യൂട്ടിലിറ്റി ഇസ് നൗൺ, യൂട്ടിലൈസ് ചെയ്യുക ഇസ് വേർബ്. ഓക്കെ, ഓർത്തോണേ, യൂട്ടിലൈസ് ചെയ്യുക ഇസ് വേർബ്, വൈൽ യൂട്ടിലൈസ് എന്ന വേർബ് ഉണ്ട്, യൂട്ടിലിറ്റി ഇസ് നൗൺ.
യൂട്ടിലൈസ്, യെസ്, യൂട്ടിലൈസ് വേർബ് ആണ്. യൂട്ടിലിറ്റി നൗൺ ആണ്. യൂട്ടിലൈസ് ചെയ്യുക മീൻസ് യൂസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ് അല്ലേ. യൂസ് ചെയ്യുക, മേക്ക് യൂസ് ഓഫ് സംതിങ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എന്താണ് നേട്ടം കിട്ടും അല്ലേ, നമുക്ക് അതിൻ്റെ ഉപയോഗം കിട്ടും. ദാറ്റ് ഇസ് ഇറ്റ്. യൂസ്, യൂട്ടിലിറ്റി മീൻസ് യൂസേജ്, യൂസേജ് അത്. അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, ഗുണം അല്ലെ, ബെനിഫിറ്റ്, സെയിം ബെനിഫിറ്റ്, വാല്യൂ, മൂല്യം അല്ലെ. യൂട്ടിലിറ്റീൻ്റെ അർത്ഥമാണ് ഇതൊക്കെ. യൂസ്, അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്, വാല്യൂ. ഓക്കെ. അടുത്തത് എപ്പോക്ക്. കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ എഡിറ്റോറിയൽ ആദ്യമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോക്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ മൂവീസിലും അല്ലെങ്കിൽ കഥകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവും എപ്പോക്ക് എന്ന വാക്ക്. എപ്പോക്ക് ഇസ് എ നൗൺ. ഇത്ര ഉള്ള അർത്ഥം. എറ, ഒരു കാലഘട്ടം, അതിനെയാണ് നമ്മൾ എപ്പോക്ക് എന്ന് പറയുന്നത്. എറ, ഏജ്, പീരിയഡ്, ടൈം. എപ്പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഗോൾഡൻ എപ്പോക്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പീരിയഡ്, ഗോൾഡൻ ഏജ്, ഗോൾഡൻ എറ എന്നൊക്കെ പറയില്ല, അതാണ് എപ്പോക്ക്. ഓക്കെ. അടുത്ത വാക്ക് റീൽ. റീൽ ഇപ്പോൾ വളരെ, എനിക്ക് റീൽ ഈസ് ദ വേർഡ് ഓഫ് ദി ഇയർ എന്ന് നമുക്ക് വേണം പറയാം. വേർഡ് ഓഫ് ദി ഇയർ, ഈ ഇതിലെ എന്താണ് വേർഡ് എന്ന് വേണം നമുക്ക് പറയാം. റീൽ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സെൽഫി പ്രാന്തന്മാരായിരുന്നു, ഇപ്പം നമ്മൾ റീൽസിലെ പ്രാന്തന്മാരാണ് അല്ലേ. സോ റീൽസ് എല്ലായിടത്തും, യൂട്യൂബ് റീൽസ് ഉണ്ട്, ഇൻസ്റ്റാ റീൽസ് ഉണ്ട്. റീൽസോട് കളിയാണ്. സോ റീൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മൂവീൻ്റെ ഒക്കെ റീല് പറയില്ലേ. സോ അതുണ്ട് അല്ലേ, ഒരു കോയിൽഡ് ആയിട്ടുള്ള റീൽ എന്നുള്ള കാര്യമുണ്ട്, നൗൺ ആയിട്ട്. ആ റീലെല്ലാം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് വേർബ് റീൽ. എന്താണ് വേർബ് റീൽ എന്ന വാക്കിൻ്റെ അർത്ഥം? മറ്റേ റീൽ തന്നെയാണ് കേട്ടോ, മറ്റേ മൂവീൻ്റെ ഓരോ ക്ലിപ്പായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ആ സെക്ഷനായിട്ട് ഉള്ളതിനെയാണ് റീൽ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ അയർലൻഡ് അല്ല സ്കോട്ട്ലൻഡിൽ ഒരു ഡാൻസ് ഫോം ഉണ്ട് റീൽ എന്ന പേരിൽ. സ്കോട്ടിഷ് ഒരു ഡാൻസ് ഫോമിൻ്റെ പേര് റീൽ എന്നാണ്. സോ ഒരു ഡാൻസ് ഫോമിൽ ഇപ്പോൾ നമ്മൾ ഗുജറാത്തിയുടെ ഗർഭ പറയുന്ന പോലെ, ഗുജറാത്തിൻ്റെ അതുപോലെ സ്കോട്ടിഷ് ഡാൻസ് ഫോമാണ് റീൽ. അതും ഒരു അർത്ഥമുണ്ട് നൗണായിട്ടെ. നമ്മൾ അത് രണ്ടും നോക്കണില്ല, ബിക്കോസ് അത് എക്സാമിന് ചോദിക്കാറില്ല. പക്ഷെ വേർബ് ആയിട്ട് റീൽ എപ്പോഴും ചോദിക്കും. വേർബ് ആയിട്ട് റീലിൻ്റെ മീനിങ് ഇതാണ്. സ്റ്റാഗർ ചെയ്യുക മീൻസ് ഒരു നിലനിൽപ്പില്ല, ചാഞ്ചാട്ടമാണ്, എപ്പോൾ വേണമെങ്കിലും വീണ് പോകാം, ഒരു ഇതില്ല, എന്താ പറയുക, ഒരു ഉറച്ചു നിൽക്കണില്ല. ഇറ്റ്സ് സ്റ്റാഗറിങ്, അതായത് വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. സ്വേ ചെയ്യാണ്. റോക്ക് അറിയാലോ. റോക്കിയ മീൻസ് നമ്മൾ ആടിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥമാണ് റോക്ക്. റോക്ക് എന്ന നൗണല്ല, റോക്ക് എന്ന വേർബാണ്. റോക്ക് ആടുക, സ്വേ ആടുക, ലേർച്ചോ ആടുക തന്നെയാണ്. അല്ലെങ്കിൽ ഒരു നിപ്പില്ല, അങ്ങനെ ഒരു എന്താ പറയുക സ്വേയിങ് മൂവ്മെന്റിലെ അത്. സ്റ്റാഗറിങ് ഇക്കോണമി, സ്റ്റാഗറിങ് ഗ്രോത്ത് ഒക്കെ കേട്ടിട്ടില്ലേ, അതാണ് അർത്ഥം. ഓക്കെ. സ്റ്റാഗർ ചെയ്യുക, റീൽ, സ്റ്റാഗർ ചെയ്യുക, ലേർച്ച് ചെയ്യുക, സ്വേ ചെയ്യുക, റോക്ക് ചെയ്യുക. ഓർത്ത് വെച്ചോണേ. വേർബായിട്ട്, നൗണായിട്ട് അതിൻ്റെ മീനിങ് വേറെയാണ്, നിങ്ങൾക്ക് അറിയാൻ മുഴുകി മറക്കരുത്. ഓക്കെ. അപ്പം നമുക്ക് എമിനൻറ്റും മറക്കരുത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ ലെറ്റ് മീ സീ. ഓക്കെ. യാ, ഓക്കെ, നോക്കട്ടെ. India's development is not an anachronistic method in narrow vision. All right. Okay, great. ബാങ്കിൻ്റെ ടെസ്റ്റ് സീരീസ്, ബ്ലാക്ക് ലവർ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് സീരീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ബാങ്കിൻ്റെ ഉണ്ടെന്നാണ്. ബാങ്കിൻ്റെ ഉണ്ട് കേട്ടോ, ബാങ്കിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. സോറി, ബാങ്കിൻ്റെ ബുക്സ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഉണ്ട് കേട്ടോ. നോക്കി ഒന്ന് നമ്മുടെ ഇതിൽ പോയാൽ മതി കേട്ടോ. നമ്മുടെ എന്താ പറയുക, സ്റ്റോറിൽ കയറിയിട്ടുണ്ട്, കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കിട്ടും. യെസ്. ആൻഡ് അടുത്ത എന്താണ്? ഓക്കെ, ഇംഗ്ലീഷ് പ്രോ യജ്ഞയും ഉണ്ട്. അപ്പോൾ ടൈം ഇംഗ്ലീഷ് പ്രോനെ പകുതി ടൈം. ഓക്കെ, പേടിക്കേണ്ട ബ്ലാക്ക് ലവർ, എന്താണെന്നറിയോ, യജ്ഞ എന്ന് പറയുന്നത് ഡെയിലി കോഴ്സ് അല്ലേ. ഇംഗ്ലീഷ് പ്രോ പേടിക്കേണ്ട. ആ ടൈം നോക്കിയേ, ഇതാണെങ്കിൽ എല്ലാ ദിവസവും ഇല്ല. ടൈം ടേബിൾ കണ്ടില്ലേ? ഇത് നോക്കിയായിരുന്നോ? സ്റ്റഡി പ്ലാൻ നോക്കിയായിരുന്നോ? നമ്മുടെ ടൈം ടേബിൾ നോക്കിയായിരുന്നോ? എല്ലാ ദിവസവും ഇല്ല, വൺസ് അല്ലേ, എന്താ പറയുക, ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. അപ്പം നമ്മുടെ ഗുണം എന്താ വെച്ചാൽ എന്ത് ചെയ്യാം, ക്ലാസ് ഇല്ലാത്ത സമയത്ത്, യജ്ഞ ബാച്ച് ഇല്ലാത്ത സമയത്ത് റെക്കോർഡർ കണ്ടാലും മതി. ഇത് തന്നെ കാണുന്നില്ല, മറ്റേ ദിവസം ക്ലാസ് ഇല്ലാത്ത സമയത്ത് നോക്കിക്കോ, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അതാണ് ഇംഗ്ലീഷിൽ നമുക്കൊരു ഗുണം അതിൽ കിട്ടാൻ പോകുന്നതാണ്. അതുകൊണ്ട് ആ ടൈം ഒരു പകൽ ടൈം, ഒരു രാത്രി ടൈം ഇട്ടത് അതുകൊണ്ടാണ്. പകൽ ദിവസം ഉച്ച കഴിഞ്ഞുള്ള സമയം ഇട്ടത്. ഓക്കെ, അടുത്തത് രേവതി ഇല്ല. നമ്മൾ കോഴ്സ് വിഡ്രോ ചെയ്തു, ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നമ്മൾ കോഴ്സ് വിഡ്രോ ചെയ്തു. മാത്രമല്ല അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. അതുകൊണ്ട് യൂട്യൂബിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ രേവതിക്ക് ഓൾറെഡി ESIC UDCയുടെ ബേസ് ഉണ്ടല്ലേ, അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പേടിക്കേണ്ട, ആ കാര്യം നമുക്ക് സെറ്റാക്കി തരാം. ഓൾ റൈറ്റ്. ആബ്സെൻസ് ഓഫ് സ്റ്റെബിലൈസർ മേ ഡിസ്റ്റർബ് ദ ലോഞ്ചിവിറ്റി ഓഫ് AC. ആബ്സെൻസിന്റെ സ്പെല്ലിംഗ് എന്താ? ഇതാണോ ആബ്സെന്റ്? അല്ല, ആബ്സെൻസ് എന്താ, ഇല്ലായ്മ അല്ലേ, ആബ്സെൻസ്. ABSENCE ആബ്സെൻസ് കേട്ടോ. ആബ്സെൻസ് നീതു ശ്രദ്ധിക്കണേ. യാ,
Palakkad twin murder case shows lopsided nature among political parties. Yes. Yes. Yes, I say so. Today's class sessional, no classes scheduled. അതെ രേവതിക്ക് മനസ്സിലായല്ലോ അല്ലേ? Sound society must refrain lopsided economy. Yes, yes, great. Okay, last 2 weeks I was reeling from all my galling. Cling pong cling. How are you, dear? എബില ഹായ്, കുറേ നാളായി അതല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചിരുന്നു എന്തേ ഇപ്പം കാണാറില്ല, ബിക്കോസ് മേ ബി റെക്കോർഡ് കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഐ റിയലി തോട്ട് ഓഫ് യു. ഞാൻ ഓർത്തിരുന്നു ശരിക്കും. Great. According to Puranas, low drama is believed to have lived during Treta epoch. Okay, to have lived correct. It's not to has lived അല്ല, to have. 2 plus V1 അത് നിർബന്ധമാണ്. പിന്നെ ഹാവിൻ്റെ കൂടെ V3 നിർബന്ധമാണല്ലോ, അതുകൊണ്ട് to have lived കേട്ടോ. റീഫണ്ട് കിട്ടും, രേവതി പേടിക്കണ്ട. ആ ക്യാഷ് റീഫണ്ട് ചെയ്യും, അതിൽ പേടിക്കണ്ട. ഇനി ആ ക്യാഷ് വെച്ച് വേറെ കോഴ്സ് യജ്ഞ ബാച്ചോ ഇംഗ്ലീഷ് പ്രോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് യൂസ് ഇറ്റ്, അല്ലെങ്കിൽ റീഫണ്ട് കിട്ടും, നോ പ്രോബ്ലം. അത് ഉറപ്പാണ്, ഇറ്റ്സ് ഗ്യാരണ്ടീഡ് കേട്ടോ. മണി ഈസ് ഗ്യാരണ്ടീഡ് ടു യു, പേടിക്കണ്ട. Lopsided practices will not help you to achieve your goal. During lockdown, people found lopsided due to decline in economy globally. All right. ഞാൻ പർച്ചേസ് ചെയ്തത് കോഴ്സോ അപ്പോൾ റീഫണ്ട് കിട്ടും. അത് ഞാൻ പറഞ്ഞേ, 12 ദിവസത്തിനുള്ളിൽ റീഫണ്ട് കിട്ടും. ഇതിലോട്ട് അക്കൗണ്ടിലോട്ട് തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ വേറെ കോഴ്സ് പർച്ചേസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവർ മാറ്റി തരും, അല്ലെങ്കിൽ ഇതും ചെയ്തു തരാം, റീഫണ്ട് കിട്ടും കേട്ടോ, അത് പേടിക്കണ്ട. The Minister of Weather and Broadcasting predicted a new cyclone is imminent. Yeah. We have to utilize our capabilities for imminent competitive exams. Yes, approaching competitive exams. Yes, Devika. The kings constructed a barrier for the imminent enemies. Yes, approaching enemies. Yes, enemies. Lopsided benefits given on caste basis by the government is reeling the faith of the common man in the current political system. Unarnu Tintu, hi. Yes. Okay, yes. Refrain from വേണം, abstain from, refrain from. എവിടെയെങ്കിലും ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടു. ആരുടെ അക്ഷയ് ഹായ്, ഏത് സ്ട്രക്ചറിലാണ് റിഫ്രെയിൻ ഞാൻ വിട്ടുപോയത്? ആരുടെ സെൻറ്റൻസിലാണ് റിഫ്രെയിൻ വിട്ടുപോയത്? ആരുടെയോ റിഫ്രെയിൻ ഉണ്ടല്ലോ, ആ റിഫ്രെയിൻ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. എനിവേ താങ്ക് യു സോ മച്ച്. ആ റിഫ്രെയിൻ ഏത് സ്ട്രക്ചർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞോണേ. അവിടെ റിഫ്രെയിൻ ഫ്രം വേണം, അബ്സ്റ്റെയിൻ ഫ്രം വേണം, അത് നിർബന്ധമുള്ളതാണ്. Utility of resources should be sustainable. Great. Utility of reading editorial improves language a lot. That's great. Yes, it would. In this epoch, Instagram reels are more popular than anything. Yes, it is. He always takes decisions in a lopsided manner. All right. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വൺ വേ മാനറിൽ. യെസ്, ശ്രീലങ്കൻ is going through lopsided economy nowadays. ശ്രീലങ്കൻ അല്ല സൗമ്യ, ശ്രീലങ്ക നമ്മൾ പറയുന്ന കൺട്രിയെ പറ്റിയല്ലേ. സോ ഇറ്റ്സ് ശ്രീലങ്ക കേട്ടോ. ശ്രീലങ്ക ഈസ് ഗോയിങ് ത്രൂ ലോപ്സൈഡഡ് ഇക്കണോമി നവഡേയ്സ്. അങ്ങനെ യജ്ഞ ജോയിൻ ചെയ്ത ESIC SSOക്ക് ഹെൽപ്ഫുൾ ആകുമോ? ഓഫ് കോഴ്സ്. ബാങ്കിങ് അല്ലേ, ബാങ്കിങ് ESIC SSO ഏറെക്കുറെ സിമിലർ മീൻസ് സിമിലർ, അതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. ദാറ്റ്സ് മൈ വേർഡ്. ഓക്കെ. ഇന്ത്യസ് ഫ്യൂച്ചർ നീഡ്സ് കമ്മിങ് ഇമിനന്റ് യങ്സ്. ഓക്കെ, India's future needs coming imminent youngs അല്ല, യൂത്ത് imminent approaching. imminent എന്ന് പറയുന്നത് അപ്രോച്ചിങ് യൂത്ത്, വരുന്ന അല്ല, ക്ലോസ്. പക്ഷേ അവിടെ യൂത്തിനെ നമ്മൾ imminent എന്ന് പറയില്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്, അതാണ് പ്രശ്നം കേട്ടോ ഗുരുദാസെ. യൂത്തിന് ഇന്ത്യയുടെ ഫ്യൂച്ചർ നീഡ്സ് കമ്മിങ് imminent, അതൊരു സ്ട്രക്ചർ ശരിയല്ല. ഇന്ത്യക്ക് വരാൻ പോകുന്ന ജനറേഷൻ അതായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്, ഗുരുദാസ് അതല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഇമിനന്റ് എന്നുള്ള യൂസ് കറക്റ്റ് അല്ല കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ബോത്ത് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ആർ ടോട്ടലി ഡിഫറെന്റ്. യെസ് ഇറ്റ് ഇസ്. സൗണ്ട് സൊസൈറ്റി മസ്റ്റ് റിഫ്രെയിൻ ഫ്രം ലോപ്സൈഡഡ് എക്കോണമി എന്നൊരു സെന്റൻസ് കണ്ടിരുന്നു. റിഫ്രെയിൻ ഫ്രം വേണം. അപ്പോൾ അത് തന്നെ ആരാണോ സെന്റൻസ് ഇട്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഗുരുദാസ, ഓക്കെ, ഗുരുദാസ അവിടെ ഫ്രം വേണം. ഇപ്പം അക്ഷയ് കൊടുത്തോലെ, സൗണ്ട് സൊസൈറ്റി മസ്റ്റ് റിഫ്രെയിൻ ഫ്രം ലോപ്സൈഡഡ് എക്കോണമി കേട്ടോ. കിഡ്സ് വാസ് സിക്ക്, ഓക്കെ, സ്കൂൾ ക്ലോസ് ഫോർ സം മാനേജ്മെന്റ് വർക്കിംഗ് സം കൺസ്ട്രക്ഷൻ വർക്ക്. ഓക്കെ, അതാണല്ലേ മാറിയുന്നത്. കുഴപ്പമില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അഗൈൻ. നമുക്ക് റിസ്യൂം ചെയ്യാം കേട്ടോ. എബില, ഗ്ലാഡ് യു ബാക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യാ, കമ്മിങ് ആൻഡ് എമിനന്റ് ഒരുമിച്ച് വരുമോ?
ഇല്ല. അതാണ് വേറൊരു കാര്യം. കമ്മിങ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിങ്, അടുത്ത് വരുന്നല്ലേ. അപ്പോൾ അവിടെ കമ്മിങ്ങിന്റെ ആവശ്യമില്ല. മാത്രമല്ല യൂത്ത് കമ്മിങ് അപ്രോച്ചിങ് എന്നൊരർത്ഥം നമ്മൾ പറയില്ല. നമ്മളൊരു മഴ വരാൻ പോകുന്നു, ഡേഞ്ചർ വരാൻ പോകുന്നു, ഫൈറ്റ് വരാൻ പോകുന്നു, എനിമീസ് വരാൻ പോകുന്നു ഒക്കെ പറയാം. പക്ഷെ നമ്മളെ വരാൻ പോകുന്ന യൂത്ത് എന്ന് നമ്മൾ പറയില്ല. ഗ്രോയിങ് പോപ്പുലേഷൻ, ഗ്രോയിങ് ജനറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. പ്രോസ്പെറിറ്റി എന്നൊക്കെ പറയാം. വളർന്നു വരുന്ന ജനറേഷൻ എന്ന് പറയാം. യു കനോട്ട് സേ കമ്മിങ് ജനറേഷൻ എന്ന് പറയില്ല. അതുപോലെ കമ്മിങ്ങിലൂടെ ഒരിക്കലും എമിനന്റും വരില്ല. എമിനന്റ് സെയിം മീനിങ് അല്ലേ, അതുകൊണ്ട് അത് കറക്റ്റാ. സൂപ്പർഫ്ലൂസ് ആയി മാറും. യെസ്, ഓക്കെ. ഗുരുദാസേ ശ്രദ്ധിക്കണേ. Epoch of Indira Gandhi was terror for the Pakistan armies. Yes. PSC degree level English class ഉണ്ടോ മാം? ഉണ്ട്. PSC ഡിഗ്രി ലെവല് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ചേർത്ത് കണ്ടായിരുന്നോ? നമ്മുടെ പുതിയ ബാച്ച്, നമ്മൾ ഡിഗ്രി ലെവലിന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇംഗ്ലീഷ് പ്രോ എടുത്തോ. ഇംഗ്ലീഷ് പ്രോ ക്ലാസ്സിന്റെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എല്ലാത്തിനും ഉണ്ട്. ബേസിക് ടു അഡ്വാൻസ് ഉണ്ട്. അതിപ്പോൾ ഡിഗ്രി ലെവൽ മാത്രമല്ല, എല്ലാത്തിനും. ഇപ്പം അതാണ് ശരത്ത് ക്രാക്ക് ചെയ്യാൻ പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രോ എന്ന് നമ്മുടെ കോഴ്സ് എടുക്കാം. ഇനി അതല്ല, എല്ലാം കൂടെ അടങ്ങുന്ന കോഴ്സ് വേണമെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ 2.0 സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ച് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 27-ാം തീയതിയാണ്. വരുന്ന 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കുക. ഇംഗ്ലീഷ് മാത്രം മതിയെങ്കിൽ ഇംഗ്ലീഷ് പ്രോ കോഴ്സ് എടുക്കുക. ഇനി അതല്ലെങ്കിൽ, അതായത് ബേസിക് ടു അഡ്വാൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു ഇംഗ്ലീഷ് ആണെങ്കിൽ. ഇനി അതെല്ലാം വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് കൊടുക്കും കേട്ടോ. ശരത്തെ, ലാസ്റ്റ് ഇയർ ഇസ് എ ഗോൾഡൻ എപ്പോക്ക് ഇൻ ഒളിമ്പിക്സ്. യെസ്. ഡിഡ് യു നോ ദ യൂട്ടിലിറ്റി ഓഫ് ദോസ് അപ്ലയൻസസ്? ഓ, ബെനിഫിറ്റ്. ഗ്രേറ്റ്. അടുത്തത് സെറ്റ് നോക്കാം. അൺഡ്രസ്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. ഇപ്പം എനിക്കൊന്ന് റെഗുലർ ആയിട്ട് കേട്ടു പോകുന്ന ഒരു വാക്കാണ് അൺഡ്രസ്. യു നോ അൺഡ്രസ്റ്റ് അല്ലെ? ഡിസ്റപ്ഷൻ, ഡിസ്റ്റർബൻസ്, അജിറ്റേഷൻ, അതാണ് അൺഡ്രസ്റ്റ്. പൊളിറ്റിക്കൽ അൺഡ്രസ്റ്റ്, നമ്മൾ ഇക്കണോമിക് അൺഡ്രസ്റ്റ് ഒക്കെ പറയില്ലേ. ദ കൺട്രി ഈസ് ഗോയിങ് ത്രൂ എ പൊളിറ്റിക്കൽ അൺഡ്രസ്റ്റ്. ദ കൺട്രി ഈസ് ഗോയിങ് ത്രൂ ഇക്കണോമിക് അൺഡ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. അത് പറയില്ലേ? ഡിസ്റപ്ഷനിലൂടെ, ഡിസ്റ്റർബൻസിലൂടെ, അജിറ്റേഷൻ, അതൊക്കെ പറയാം. ഓക്കെ. അടുത്തത് ഇന്നെവിറ്റബിൾ. അറിയാലോ, ഇന്നെവിറ്റബിൾ മീൻസ് ദാറ്റ് ഇസ് സർട്ടൻ ടു ഹാപ്പൻ. ഉറപ്പായിട്ട് സംഭവിക്കും. അതായത് വരാൻ പോകുന്നത് വരും എന്ന് നമ്മൾ പറയില്ലേ. ഇറ്റ് ഇസ് ഇന്നെവിറ്റബിൾ. ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ. ലൈഫിൽ ഡെത്ത് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് ഒരിക്കലും അത് വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ഒരാളെയും അല്ലെ. അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ? ബർത്ത് ആൻഡ് ഡെത്ത് ആർ ദ ടു certain things in our life. ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. ജനനവും ഉണ്ട്, മരണവും ഉണ്ട്. രണ്ട് സത്യം എന്ന് പറയുന്ന സാധനം. ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ അതാണ് ഇന്നെവിറ്റബിൾ എന്ന വാക്കിന്റെ അർത്ഥം. അൺഅവോയ്ഡബിൾ, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോറിക്ഷ വിളിച്ചാലും അവർ വരും എന്നർത്ഥം. അതാണ് ഇന്നെവിറ്റബിൾ. ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ. അതായത് ഓട്ടോറിക്ഷ വിളിച്ചാലും ഡെത്ത് വരും. എവിടെ പോയാലും വരേണ്ടത് വരും ഇല്ലേ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഎസ്കേപ്പബിൾ. നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല അവിടെ നിന്ന്. എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ലൈഫിൽ ഒളിച്ചോടാൻ പറ്റില്ല ഡെത്തിൽ നിന്നല്ലേ. സോ ദാറ്റ് ഈസ് ഇൻഎസ്കേപ്പബിൾ, ഇന്നെവിറ്റബിളിന്റെ അർത്ഥം. അടുത്ത സർട്ടൻ. ഞാൻ പറഞ്ഞല്ലോ, സർട്ടൻ ആണ്, ഉറപ്പായിട്ട് നടക്കും. അഷ്യോർഡ് ആണ് എന്നൊക്കെ നമുക്ക് ഇതിന് പറയാൻ പറ്റും കേട്ടോ. സർട്ടൻ ആണ്, അഷ്യോർഡ് ആണ് എന്നൊക്കെ പറയും. ഓൾറൈറ്റ്, ഇന്നെവിറ്റബിൾ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് അട്രിബ്യൂട്ട്. അട്രിബ്യൂട്ട് എന്ന വാക്ക് ഓർത്തോണേ, നൗൺ ആയിട്ടും വേർബായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അട്രിബ്യൂട്ട് മീൻസ് അട്രിബ്യൂട്ട്സ് എന്ന് കേട്ടിട്ടില്ലേ? ദിസ് ഇസ് ദ അട്രിബ്യൂട്ട്സ് ഓഫ് എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ ദിസ് ഇസ് അട്രിബ്യൂട്ട് ഓഫ് ഹിം എന്നൊക്കെ പറയുമ്പോൾ ക്വാളിറ്റി, ഫീച്ചർ, അല്ലെങ്കിൽ ദീസ് ആർ ദ അട്രിബ്യൂട്ട്സ് ഓഫ് ദിസ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് ഇതാണ്, ഫീച്ചേഴ്സ് ഇതാണ്. നൗൺ. വേർബായിട്ട് പറയുന്നത് അട്രിബ്യൂട്ട് ചെയ്യുക മീൻസ് ഉറപ്പായിട്ടും അത് സംഭവിക്കാവുന്നത്, അസ്ക്രൈബ് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അട്രിബ്യൂട്ടഡ് ഇൻ ദ സൊസൈറ്റി. ഇതിൽ സൊസൈറ്റിയിലുള്ളതാ, അല്ലെങ്കിൽ അസൈൻ ചെയ്തിട്ടുള്ളതാ, അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പറയുന്ന അട്രിബ്യൂട്ട് എന്ന വേർബായിട്ട് ഉപയോഗിക്കുക. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതാണ് അട്രിബ്യൂട്ട് എന്ന വേർബ്. നൗണുണ്ട്, വേർബുണ്ട്. അടുത്തത് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഡെഫിസിറ്റ് എന്ന വാക്ക് ഇടുമ്പോൾ തന്നെ ഓർത്താണ് ഡെഫിഷ്യൻസി. അതാണ് ഡെഫിസിറ്റ്. ഇല്ലായ്മ, കുറവ്, എന്തിനൊരു ഇല്ലായ്മ ഓർ കുറവ്, അതിനാണ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഷോർട്ട് ഫോൾ അല്ലെങ്കിൽ ഷോർട്ടേജ്, ഡെഫിഷ്യൻസി, അണ്ടർ സപ്ലൈ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഓർത്തോണം. ഡെഫിഷ്യൻസി, ഷോർട്ട് ഫോൾ, ഷോർട്ടേജ്. ഷോർട്ട് ഫോളും ഷോർട്ടേജ് ഒരേ വാക്കാണ്, സെയിം മീനിങ് ആണ്. സംഭവം ഓർത്താൽ മതി. ഷോർട്ട് ഫോളും ഷോർട്ടേജും. ഷോർട്ടേജ്, ഷോർട്ട് ഫോൾ, ഡെഫിഷ്യൻസി, അണ്ടർ സപ്ലൈ, അതാണ് ഡെഫിസിറ്റ് എന്ന വാക്കിന് അർത്ഥം. ഒരുപാട് തവണ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. അടുത്തത് അബ്സോൾവ്. സോൾവ് അല്ല, നമ്മളൊരു കാര്യം റിസോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് എന്ത് ചെയ്യാം, ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ റിസോൾവ്, റെസൊല്യൂഷൻ, റിസോൾവ് ഒക്കെ ഇട്ടില്ലേ. അപ്പോൾ അബ്സോൾവ് ചെയ്യുക മീൻസ് എന്താണ്? എക്സണറേറ്റ് ചെയ്യുക, ഫ്രീ ഫ്രം ചാർജ് അല്ലെ, കുറ്റവിമുക്തനാവുക. അതിനെയാണ് അബ്സോൾവ് ചെയ്യുക മീൻസ് അല്ലെ. അബ്സോൾവ്. അപ്പോൾ എക്സണറേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ്, അക്വിറ്റ്. ഓർത്തോണം, അർത്ഥം ഇതാണ്. അബ്സോൾവ് എന്ന് പറഞ്ഞാൽ എക്സണറേറ്റ് ചെയ്യുക, കുറ്റവിമുക്തനാവുക. ഡിസ്ചാർജ് ചെയ്യുക, കുറ്റത്തിൽ ചാർജിൽ നിന്ന് വിമുക്തനാവുക, അതല്ലേ. അക്വിറ്റ് ചെയ്യുക, സെയിം അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, അക്വിറ്റ് ചെയ്യുക.
ദാറ്റ് ഈസ് നമ്മുടെ എന്താണ് അബ്സോൾവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ഓക്കെ, യാ, ലെറ്റ്സ് സി. ഓക്കെ, പറഞ്ഞു ആമീസ് എന്ന് എഴുതാമോ മാം? 2 രാജ്യങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോൾ അല്ലേ ആമീസ് യൂസ് ചെയ്യുള്ളൂ? ഓക്കെ, ആർമി എന്ന് പറയാം. 2 രാജ്യങ്ങളുടെ ആർമീസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ആർമീസ് പറയാം. ആർമീസ് എന്താ പറയാ, കളക്റ്റീവ് നൗൺ. ആർമി കളക്റ്റീവ് നൗണിൽ പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. ഫാമിലീസ് ഇല്ലേ, അതുപോലെ. പാകിസ്ഥാൻ ആർമി. ഓ കാർത്തികയുടെ സെന്റൻസ്. ഓക്കെ, സോറി. താങ്ക് യു അക്ഷയ്. ഇന്ന് മൊത്തം അക്ഷയാണല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. എപ്പോക്ക് ഓഫ് ഇന്ദിരാഗാന്ധി വാസ് ടെറർ ഫോർ ദി പാകിസ്ഥാൻ ആർമി ആണ് കേട്ടോ കാർത്തിക. ഇപ്പോൾ അല്ലെങ്കിൽ ഡിഫറെന്റ് എന്താ പറയാ, സൗത്ത് ഏഷ്യൻ ആർമീസ് അല്ലെങ്കിൽ യൂറോപ്യൻ ആർമീസ് ഒക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. യൂറോപ്പിലെ എല്ലാ സ്ഥലത്തെ ആർമികളാവുമ്പോൾ ആർമീസ് പറയാം. പല ഇതല്ലേ. പക്ഷേ പാകിസ്ഥാനിലെ ഒറ്റ ആർമി ഇസ് എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് അല്ലേ. അപ്പം അതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ആർമി മതി, ആർമീസ് വേണ്ട. യെസ്, താങ്ക് യു അക്ഷയ്. ഓൾ റൈറ്റ്. അടുത്ത, while watching 90s songs in YouTube, we can see comments like 90s was golden epoch of songs of legends. Yes. ഉറപ്പാണല്ലേ. കഴിഞ്ഞ പോയ കാലങ്ങളെ പറ്റി ഇങ്ങനെ ചെറിഷ് ചെയ്യാനും നൊസ്റ്റാൾജിയ കൊണ്ടുവരാനും നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അല്ലേ. 90s ഒക്കെയാണ് കാലഘട്ടം എന്ന് പറയാറുണ്ട്. യെസ്, എപ്പോക്ക് ഓഫ് ഹൈനസ് ശ്രീമൂലം തിരുനാൾ, many incidents happened. നീതു അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എപ്പോക്ക് ആണ് അവിടുത്തെ സബ്ജക്റ്റ്. എപ്പോക്ക് ഓഫ് ഹൈനസ് ശ്രീമൂലം തിരുനാൾ ഇസ് the phase. ഇങ്ങനെ കൊടുക്കുക. is the phase where 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 many incidents happened to remember as a tip whoever prepared for അവിടെയും പ്രശ്നമുണ്ട്. സെന്റൻസ് മൊത്തം ഒന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കണം. നീതു ശ്രദ്ധിച്ചോ. എപ്പോക്ക് ഓഫ് ഹൈസൈനസ് ശ്രീമൂലം തിരുനാൾ is an era or is a phase, PHASE phase, where WHERE phase where many incidents happened that can be remembered as a tip for those who are preparing for competitive exams. അങ്ങനെ കൊടുക്കണം. Okay, yeah. Political unrest in the nation triggered economic slowdown. Yes, she has a lot of attributes. Yes. Life offers inevitable experiences. Yes, it does. The growing unrest among the people is not good for the society. It is not. Yeah. Compromise is an inevitable part of marriage. Yes, it is. പക്ഷെ രണ്ടിടത്തും വേണം അല്ലേ. അല്ലേ ലോറ? സംഭവം സെറ്റാണ്, പക്ഷെ രണ്ടിടത്തും വേണം. അല്ലേ, ഒരിടത്ത് മാത്രമാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈവൻ. അപ്പോൾ അതെന്താവും, ലോപ്സൈഡഡ് ആയി മാറും. ദാറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, yeah. Deficit in attaining profit forced the company to shut down. All right, that's great. Honorable Supreme Court absolved him from the murder case. Okay. Deficit of nutritious food. Unrest the political അല്ല unrest verb അല്ല, noun ആണ്. ഇവിടെ ദേവിക unrest ആയിട്ടുള്ള, unrest is a verb ആയിട്ടുള്ള, ഡിസ്റ്റർബ് ചെയ്തു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അത് verb കൊടുക്കുക. Deficit of nutritious food disturbed or past tense ആണെങ്കിൽ disturbed the physical conditions. Okay, verb ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് unrest. unrest verb ആയിട്ട് ഉപയോഗിക്കില്ല. unrest is only noun, only used as a noun. കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇന്ത്യൻ എക്കോണമി ഷോസ് ഡെഫിസിറ്റ് ട്രെൻഡ്സ്. ഇല്ല അങ്ങനെ തെറ്റാ. ഈസും ഷോസും, ഈസിൻ്റെ കൂടെ, ഈസ് എന്ന് പറയുന്നത് എന്താ, ബി ഫോമുലേഷനാണ്. ബി ഫോമുലേഷൻ്റെ കൂടെ ഒരിക്കലും V1 ഉപയോഗിക്കാൻ പാടില്ല, ഓർ V5 ഉപയോഗിക്കാൻ പാടില്ല. ബിയുടെ കൂടെ V3 ഉപയോഗിച്ചോ അതിൽ കുഴപ്പമില്ല. ബിയുടെ കൂടെ എന്തുപയോഗിക്കാം, എൻ്റെ പകരം എന്തുപയോഗിക്കാം, V3 ഉപയോഗിച്ചോ പാസീവ് ഫോമാം, അല്ലെങ്കിൽ V4 ഉപയോഗിച്ചോ ING ഫോമാം. അപ്പം എങ്ങനെ ഇത് മാറ്റി എഴുതണം, ഇങ്ങനെ കൊടുത്താൽ മതി. ഡസ്, ശ്രദ്ധിച്ചോണേ, ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെ മാറ്റി എഴുതണേ. ഡസ് ഇന്ത്യൻ എക്കോണമി ഷോ എ ഡെഫിസിറ്റ് ട്രെൻഡ്. ട്രെൻഡ്സ് കൊടുക്കരുത്. എ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലൂറൽ കൊടുക്കുമോ, അത് വീണ്ടും തെറ്റ്. നമ്മൾ എയോ ആനോ, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ സിംഗുലർ ആയ കൗണ്ടബിൾ ആയ നൗണിന്റെ കൂടെ മാത്രം ഉപയോഗിക്കുള്ളൂ. അപ്പൊ എന്ത് കൊടുക്കണം, ഡസ് ഇന്ത്യൻ എക്കോണമി ഷോ എ ഡെഫിസിറ്റ് ട്രെൻഡ് എന്ന് കൊടുക്കുക കേട്ടോ. ചിപ്പി. ലഫ്റ്റനന്റ് വില്യം ബ്ലിഗ് was absolved from charges committed by him at HMS Bounty. Absolved from of. Okay, absolved of charges committed by him at HMS Bounty. കേട്ടോ അക്ഷയ്, absolved of. Yeah. Now the deal is become an inevitable. Is become an inevitable പറയില്ല, is become inevitable for my career കൊടുത്തോ. അവിടെ is become ഒന്നും പറയില്ല. Now the deal has become.
Now the deal has become inevitable for my career. ആനും വേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു സിംഗുലർ ആയ കൗണ്ടബിൾ ആയ നൗണിന്റെ കൂടെ. ഇന്നവിറ്റബിൾ ഈസ് അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവിന്റെ കൂടെ ആൻ വരില്ല. നൗണ് കൂടെ ഉണ്ടോ, ഇന്നവിറ്റബിൾ പാർട്ട് ഓഫ് മൈ കരിയർ എന്ന് കൊടുത്തു, അങ്ങനെയാണ് കറക്റ്റാ. നൗ ദ ഡീൽ ഹാസ് ബിക്കം, ഈസ് ബിക്കം അല്ല ഹാസ് ബിക്കം. ഞാൻ പറഞ്ഞു ഈസിന്റെ കൂടെ പറഞ്ഞില്ലേ, ബി ഫോർമുലേഷനോട് V1 വരില്ല, ഹാസ് ബിക്കം കൊടുത്തോളൂ. ഹാസ് ബിക്കം ആൻ ഇന്നവിറ്റബിൾ പാർട്ട് ഫോർ മൈ കരിയർ, അല്ലെങ്കിൽ ആൻ വേണ്ട, ഇന്നവിറ്റബിൾ ഫോർ മൈ കരിയർ കൊടുക്കാം. കേട്ടോ ചിപ്പി? ഡെഫിസിറ്റ് ഫുഡ് ഇൻ ശ്രീലങ്ക ഈസ് ലോപ്സൈഡഡ്. ദ ശ്രീലങ്ക ഇല്ല, അത് അഡ്ജക്റ്റീവ് ആണ് ദീപക്, അഡ്ജക്റ്റീവ് ആണ്, ഇറ്റ്സ് നോട്ട് എ വേർബ്. കേട്ടോ, ഡെഫിസിറ്റ് ഓഫ് ഫുഡ് ഇൻ ശ്രീലങ്ക ഈസ് ലോപ്സൈഡഡ് വിച്ച് അഫക്ട്സ് ദ ശ്രീലങ്കൻ വിച്ച് അഫക്ട്സ് ഇറ്റ്സ് ഇക്കോണമി എന്ന് കൊടുത്തു. ഡെഫിസിറ്റ് ഓഫ് ഫുഡ് ഇൻ ശ്രീലങ്ക ഈസ് ലോപ്സൈഡഡ്, അഡ്ജക്റ്റീവ് ആണ് ലോപ്സൈഡഡ്, വേർബ് അല്ല. ലോപ്സൈഡഡ് ഈസ് അഡ്ജക്റ്റീവ്, കോമ which affected its economy, which affected its economy അങ്ങനെ കൊടുക്കുക. lack of vitamin rich food leads to vitamin deficit in humans. Yes sir. Unrest is not at all a solution for any problem. Yes it is not. Yeah, all absolved person are not innocent before the society. Okay, yes, അത് സത്യം. high court assistant interview class കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഡിസ്കഷനിലാണ്. ഞാൻ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ലീവ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഒന്ന് തിരിച്ചു വന്നേ. ഐ എം ബാക്ക് ഓൺ ദ മോഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, നാളെ ക്ലാസ്സിനുള്ളിൽ പറയാം എന്താണെന്നുള്ള കാര്യം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാം കേട്ടോ. KKR. ഓക്കെ. ഫുഡ് വാട്ടർ ഷെൽട്ടർ ആർ ഇന്നവിറ്റബിൾ ഇൻ ലൈഫ്. യെസ് ഇറ്റ് ഈസ്. 19 years old boy who attributing the editing of KGF sets, who attributing അല്ല, who attributed the editing, who attributes or attributing കൊടുത്തോ കേട്ടോ. 19-year-old boy അല്ലേ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹൂ കഴിഞ്ഞിട്ട് വേർബ് വരണ്ടേ. ഹൂ ഈസ് അട്രിബ്യൂട്ടിംഗ് കൊടുത്തു, അല്ലെങ്കിൽ ഹൂ ഈസ് അട്രിബ്യൂട്ടിംഗ് കൊടുക്കുക, കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുക. ഹൂ ഈസ് അട്രിബ്യൂട്ടിംഗ് ദ എഡിറ്റിംഗ് ഓഫ് KGF സെറ്റ്സ് the entire film next level and marks KGF epoch in Indian film industry. അപ്പൊ മാർക്സ് കൂടെ വരുമ്പോൾ ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. ഹു അട്രിബ്യൂട്ട്സ് എഡിറ്റിംഗ് കൊടുക്കണം. കണ്ടോ, ആൻഡ് കഴിഞ്ഞിട്ട് സിമിലർ പാർട്സ് ഓഫ് സ്പീച്ച് വേണം. പാരലലിസം കീപ്പ് ചെയ്യേണ്ട ഹരി. KGF വിട്ടൊരു കളിയിൽ അത് വേറെ കാര്യം, എന്നാലും ഹു അട്രിബ്യൂട്ട്സ് കൊടുക്കണേ. 19-year-old boy who attributes editing of KGF sets the entire film next level and it marks KGF epoch in Indian film industry കൊടുക്കാം കേട്ടോ. Under the financial crisis in Sri Lanka, forced ministers to resign. Yes, attributed work is what everyone looks for. All right, yeah. Solution to any problem. അല്ലേ മാം, അയ്യോ സൊല്യൂഷൻ ടു എനി പ്രോബ്ലം, അത് ഏത് ക്വസ്റ്റൻ ഞാൻ കണ്ടേ ഇല്ലല്ലോ. സൊല്യൂഷൻ ടു, സൊല്യൂഷൻ ടു എനിത്തിങ് എന്നാ പറയാം. സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം പറയില്ല. കറക്റ്റാണ്. സൊല്യൂഷൻ ഫോറും പറയുന്നതിൽ തെറ്റില്ല കേട്ടോ. പക്ഷേ അത് സൊല്യൂഷൻ ടു ആണ് ബെറ്റർ ഓപ്ഷൻ. സൊല്യൂഷൻ ഫോറിലും തെറ്റില്ല. 2 and 4 രണ്ടിടത്തുണ്ട്. ഇപ്പം എന്താണ്, ഹി ഇൻവൈറ്റഡ് മീ ടു ദി ഡിന്നർ, ടു ദി ഡിന്നർ അല്ല, ഹി ഇൻവൈറ്റഡ് മീ ടു ഡിന്നർ, അല്ലെങ്കിൽ ഹി ഇൻവൈറ്റഡ് മീ ടു ഫംഗ്ഷൻ, ഹി ഇൻവൈറ്റഡ് മീ ഫോർ ഫംഗ്ഷൻ. രണ്ടും കറക്റ്റ്. കോണ്ടെക്സ്റ്റൽ മീനിങ് ഉള്ളൂ, രണ്ടും കറക്റ്റ്. അതുപോലെ ഈ സൊല്യൂഷൻ 2 ആൻഡ് സൊല്യൂഷൻ 4. എനിവേ സൊല്യൂഷൻ 2 ആണ് ബെറ്റർ ഓപ്ഷൻ കേട്ടോ. വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാവേ കറക്റ്റായിട്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നല്ലേ പറയാ, വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നാണ് പറയാ. പക്ഷേ ഡെഫിഷ്യൻസിയും ഡെഫിസിറ്റ് ഒരേ സാധനം. ഡെഫിസിറ്റും കറക്റ്റ് കേട്ടോ, അതിൽ തെറ്റില്ല. പക്ഷേ ഡെഫിസിറ്റ് ഇൻ വൈറ്റമിൻ മേ കോസ് ഹാംഫുൾ എഫക്ട് ടു യുവർ ബോഡി. ദാറ്റ്സ് കറക്റ്റ്. അട്രിബ്യൂട്ട് ഒന്നുകൂടി പറയണേ. അട്രിബ്യൂട്ട് എന്ന വാക്കാണോ? അട്രിബ്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം അസൈൻ ചെയ്യുക, അക്രെഡിറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അസ്ക്രൈബ് ചെയ്യുക എന്നാണ് അർത്ഥം. അതിന് ഒരു കാരണമാകുക, അതാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അതാണ് അർത്ഥം അട്രിബ്യൂട്ട് എന്നർത്ഥം. നൗണായിട്ട് ക്വാളിറ്റി ഫീച്ചർ എന്നർത്ഥം. ഓക്കെ, അടുത്ത സെറ്റ് പോകാം. മൂട്ട് എന്ന വാക്ക് ഓർത്ത് വെച്ചോടെ. മൂട്ട് എന്ന വാക്ക് ഈസ് ആഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ട് ഉപയോഗിക്കാവേ. മൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം അഡ്ജക്റ്റീവായിട്ട് ഡിബേറ്റബിൾ ആണ്, ആർഗ്യൂബിൾ ആണ്. നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അതിനൊന്ന് ഒരു ആർഗ്യുമെന്റിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ഡിബേറ്റബിൾ. അതിനൊരു ഡിസിഷൻ നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. ഇറ്റ്സ് എ ഡിബേറ്റബിൾ ടോപ്പിക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാറില്ലേ, റിലീജിയൻ ഈസ് എ ഡിബേറ്റബിൾ ടോപ്പിക്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതിലൊരു ഡിബേറ്റ് വരും. ദാറ്റ്സ് ഡിബേറ്റബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. മൂട്ട് എന്ന വാക്ക്. ആൻഡ് ഇറ്റ്സ് എ മൂട്ട് ഡിസ്കഷൻ, ഡിബേറ്റബിൾ ഡിസ്കഷൻ, ഇറ്റ്സ് എ മൂട്ട് ടോപ്പിക് എന്നൊക്കെ നമ്മൾ പറയില്ല. ആ സംഭവം അതാണ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അടുത്ത വേർബ് ആയിട്ട് പറയുവേ മൂട്ട് ചെയ്യുക. മൂട്ടഡ് V2 V3 മൂട്ടഡ് ആണ്. മൂട്ടിന്റെ അർത്ഥം ഇതാണ്, റേസ് ചെയ്യാം, അതായത് ഉന്നയിക്കുക. റേസ് എ ക്വസ്റ്റ്യൻ അല്ലെ എന്നുള്ള അർത്ഥം. റേസ് ഉന്നയിക്കുക, അല്ലെങ്കിൽ ബ്രിങ് അപ്പ്
അർത്ഥം ബ്രിങ് അപ്പ് ഫ്രേസൽ വേർബ് ആയിട്ട് ഈ മൂട്ടിന്റെ ഇതിലെ മീനിങ് വരുന്ന അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് മുന്നോട്ട് വെക്കുക, പുട്ട് ഫോർവേഡ് അല്ലെങ്കിൽ ബ്രോച്ച്. ബ്രോച്ചിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബ്രോച്ച് മീൻസ് റേസ് ഡിസ്കഷൻ, ഒരു ഡിസ്കഷന് കാരണമാകും, അതിൻ്റെ ഒരു മുന്നോട്ട് വെക്കുക, ഒരു ഡിസ്കഷൻ മുന്നോട്ട് വെക്കുക, അതിന് ബ്രോച്ച് എന്ന് പറയുക. ലിറ്ററലി മൂട്ട് എന്ന വാക്കിന്റെ പെർഫെക്റ്റ് മീനിങ് എന്താ ചോദിച്ചാൽ ഞാൻ പറയും ബ്രോച്ച്. പക്ഷെ ബ്രോച്ചിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രോച്ച് എന്ന് പറഞ്ഞാൽ റേസ്, ഉന്നയിക്കുക. എന്താ ഉന്നയിക്കുന്നത്? റേസ് ടോപ്പിക് ഫോർ ഡിസ്കഷൻ, സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ റേസ് എ ഡിസ്കഷൻ, മുന്നോട്ട് വെക്കുക, ഉന്നയിക്കുക എന്നൊക്കെ അർത്ഥം. റേസ് എ ഡൗട്ട്, റേസ് എ ക്വസ്റ്റ്യൻ എന്നുള്ള. റേസ് എപ്പോഴും ട്രാൻസിറ്റീവ് വേർബാണ്, അതിനൊരു ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും വേണം അല്ലേ, ഓർത്ത് വെച്ചോളാം. പിന്നെ റേസിന് വേറെ അർത്ഥമുണ്ട്, വളർത്തിയെടുക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, അത് ഓർത്ത് വെച്ചോളാം. എന്നാലും ട്രാൻസിറ്റീവ് ആ സംഭവം, അത് ഓർക്കാം. റൈസും റേസും മാറിപ്പോയത്. റൈസ് RAC റൈസ്, ഉണരുക, ഉദിക്കുക എന്ന് പറയുന്നത് അല്ലേ, അതല്ല റേസ് ആണ് നമുക്ക് വേണ്ടത്. RAISE റേസ്. അടുത്തത് ഇൻസിപ്പിഡ്. ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, അഡ്ജക്റ്റീവ് ആണ് ഇൻസിപ്പിഡ്. ഇൻസിപ്പിഡ് മീൻസ് ഫ്ലേവർലെസ്, ഒരു ടേസ്റ്റ് ഇല്ലാത്ത, ഒരു സുഖമില്ലാത്ത, ഓർ വീക്ക് ആണ് എന്ന് പറയാം. ഓക്കെ, ഗവൺമെന്റ്സ് ഇൻസിപ്പിഡ് റെസ്പോൺസ്, ഗവൺമെന്റിന്റെ ഇൻസിപ്പിഡ്. ഇന്ന് നിങ്ങൾ കാണും ശ്രീലങ്കയുടെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഇൻസിപ്പിഡ് റെസ്പോൺസ്. ഇൻസിപ്പിഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലായ്മ, വീക്ക് റെസ്പോൺസ്, ബോറിംഗ് റെസ്പോൺസ്. വാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അൺഇൻട്രസ്റ്റിംഗ്, ഒരു താല്പര്യമില്ലാത്ത ഒരു ഇതിനാണെങ്കിൽ വാപ്പിഡ്. ദാറ്റ് ഇസ് ഇൻസിപ്പിഡ്. ഡൾ കേട്ടോ, ബോറിംഗ്, ഡൾ, വീക്ക്, അൺഇൻട്രസ്റ്റിംഗ് എന്നൊക്കെയാണ് ഈ പറയുന്ന വാപ്പിഡിന്റെ അതേ അർത്ഥം ഇത് തന്നെയാണ് കേട്ടോ, ഇൻസിപ്പിഡ് എന്ന വാക്കിന്റെ അർത്ഥം. പുതിയൊരു വാക്കായിരിക്കും വാപ്പിഡ്. എനിക്കൊന്നും ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബട്ട് മേ ബി ഓർത്ത് വെച്ചോളാം. അടുത്തത് കർട്ടീൽ. കർട്ടീലിയ മീൻസ് ഫ്രീഡം. കർട്ടീൽ എന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക, കർട്ടീൽ. അടുത്തത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്, വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് അഗ്രവേറ്റ്. അഗ്രവേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൺഫ്യൂസിങ് വേർഡ് ഒരെണ്ണമുണ്ട്, അഗ്രഗേറ്റ് അല്ലെ. അഗ്രഗേറ്റ് ടോട്ടൽ അല്ലെ, അഗ്രഗേറ്റ്. ആകെ ഒരു വ്യത്യാസമുള്ളൂ, ഈ വരും എന്നുള്ളൂ. അത് വേർബാണ്, വേർബായിട്ട് അഗ്രഗേറ്റ് ടോട്ടലായിട്ട് വരിക, അല്ലെങ്കിൽ നൗൺ ആയിട്ട് വരുവാണെങ്കിൽ ടോട്ടൽ എന്നർത്ഥം, സമ്മപ്പ് ചെയ്യാം. ഓക്കെ, ഓർത്തോളാം. അഗ്രവേറ്റ് ചെയ്യുക വേർബ്, നൗണായിട്ടും വേർബായിട്ടും ഉണ്ട്. ആസ് എ ഹോൾ എന്നുള്ള അർത്ഥത്തിലേ പറയൂ കേട്ടോ. പിന്നെ അഗ്രവേറ്റ് ചെയ്യുക മീൻസ് വേഴ്സൺ ചെയ്യുക. ഒന്നുകൂടെ എന്താ പറയുക, എരുതിയിൽ എണ്ണ ഒഴിക്കുകയൊക്കെ പറയില്ലേ, കുറച്ചുകൂടെ മോശമാക്കുക. വി മേക്ക് സംതിങ് മോർ ഇത് ബാഡ് എന്ന് പറയും. മോർ ബാഡ് പറയില്ല, വേഴ്സൺ ചെയ്യുക. വേഴ്സൺ ആണ് മോർ ബാഡിന്റെ അർത്ഥം അല്ലെ, വേഴ്സ് ചെയ്യുക. ടു മേക്ക് സംതിങ് വേഴ്സ്, അതിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് വേഴ്സൺ. ഓക്കെ, സോറി, വേർബ് ഫോർമുലേഷൻ വേഴ്സൺ. അല്ലെങ്കിൽ ഇന്റൻസിഫൈ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ചൊരു, അല്ലെങ്കിൽ ഇൻഫ്ലെയിം ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇൻഫ്ലെയിം ചെയ്യുക, ആളിക്കത്തിക്കുക എന്നൊക്കെ പറയില്ല, അതാണ് അഗ്രവേറ്റ് ചെയ്യുക. വേറൊരു അർത്ഥത്തോടെ നമ്മൾ ഇൻഫോർമൽ യൂസേജ് അഗ്രവേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക, ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക, അനോവ് ചെയ്യിപ്പിക്കുക. എക്സാസ്പെറേറ്റ് അറിയാലോ, എക്സാസർബേറ്റ് അല്ല, എക്സാസ്പെറേറ്റ്. അതും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു. എക്സാസ്പെറേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഫ്രസ്ട്രേറ്റഡ് ആക്കുക, ഇറിറ്റേറ്റ് ആക്കുക, രണ്ടുകൂടെ മിക്സപ്പ്, അതാണ് അനോവ് ചെയ്യുക, അതാണ് അഗ്രവേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് സാൽവേജ് പറയുമ്പോൾ കൺഫ്യൂഷൻ അടിക്കരുത്. സാവേജ് എന്നൊരു വാക്കുണ്ട്, സാവേജ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ സാവേജ് എന്ന വാക്കിന്റെ അർത്ഥം? സാവേജ് ഇസ് എ നൗൺ, സാൽവേജ് നൗണുമാണ്, വേർബുമാണ്. സാവേജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഹി ഈസ് എ സാവേജ്, അവനൊരു സാവേജ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയാവോ? സാവേജ്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, ഒരു എല്ലില്ല. ഓക്കെ, എല്ലില്ല, സോറി, നൗണായിട്ട് മാത്രമല്ല കേട്ടോ, വേർബായിട്ടും അഡ്ജക്റ്റീവായിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. അതൊന്ന് നോക്കി പറഞ്ഞേക്കാം. ഇതിന് പല യൂസേജ് ഉണ്ട്, നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും. എന്തായാലും നൗണായിട്ട് ഞാൻ എന്തായാലും പറഞ്ഞുതരും. സാൽവേജ് എന്ന നൗണായിട്ട് പറഞ്ഞാൽ റെസ്ക്യൂ ചെയ്യുക, റെസ്ക്യൂ ചെയ്യുക. സാൽവേജ് എന്ന നൗണിന്റെ അർത്ഥം റെസ്ക്യൂ, രക്ഷപ്പെടുത്തൽ, റെസ്ക്യൂ അല്ലെ, എന്താ രക്ഷാപ്രവർത്തകർ, റെസ്ക്യൂ അല്ലെ, റെസ്ക്യൂ ഓഫീസേഴ്സ് ഒക്കെ പറയില്ലേ. സോ റെസ്ക്യൂ, റിക്കവറി എന്നൊക്കെയാണ് സാൽവേജ് എന്ന നൗണിന്റെ അർത്ഥം അല്ലെ. അപ്പോ സാൽവേജ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ സേവ് ചെയ്യുക, റിക്കവർ ചെയ്യുക, സേവ് ചെയ്യുക, റെസ്ക്യൂ ചെയ്യുക എന്നൊക്കെ പറയും. വേർബായിട്ടും റെസ്ക്യൂ നൗണുമാണ്, വേർബുമാണ് അല്ലെ, ഓർത്തോളാം. സാവേജ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കട്ടെ, നിങ്ങൾ സെന്റൻസ് പറഞ്ഞു. സാവേജ്
അൺസിവിലൈസ്ഡ്. യെസ്. ഈ ബാർബേറിയസ് അല്ലെ, ബാർബേറിയൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് സാവജ് എന്ന് പറഞ്ഞാൽ വളരെ വൈൽഡ് ആയിട്ടുള്ള എന്നൊരർത്ഥമാണ്. വൈൽഡ് അതായത് ഇപ്പോഴും എന്താ പറയുക, കൾച്ചേർഡ് ആയിട്ടില്ല, സിവിലൈസ്ഡ് ആയിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് അഡ്ജക്റ്റീവായിട്ട് വൈൽഡ് എന്ന് പറയാം കേട്ടോ. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള എന്ന് പറയാം അഡ്ജക്റ്റീവായിട്ട്. നൗൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവൻ ഭയങ്കര, അതായത് ബീസ്റ്റാണ്, മൃഗത്തെ പോലെ, ബീസ്റ്റ്, മോൺസ്റ്റർ എന്നൊക്കെ അർത്ഥത്തിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള, വിഷ്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതിനെ നമ്മൾ പറയും ഹീസ് എ സാവജ് എന്ന് പറയാം, ക്രൂരനാണെന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ സാവജ് എന്താ നമ്മൾ ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യും. അപ്പോൾ സാവജ് ചെയ്യുക മീൻസ് അറ്റാക്ക് ചെയ്യുക. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇത് വേർബാണ്, ഇത് വേർബ്, ഇത് നൗണ്, ഇത് അഡ്ജക്റ്റീവ്. ഇത് മാറിപ്പോയി, എല്ലാം ഓർഡർ മാറിപ്പോയി, പക്ഷെ സംഭവം ഓർത്ത് വെച്ചോളാം. വൈൽഡ് അഡ്ജക്റ്റീവ്, ബീസ്റ്റ് നൗൺ, അറ്റാക്ക് ചെയ്യുക വേർബ്, savage. Okay, let me get back to your sentences. നമുക്ക് സെന്റൻസിലോട്ട് പോവാം. യെസ്, ഓക്കെ. ദ അട്രിബ്യൂട്ട് ഓഫ് എ പ്രൊഡക്ട്സ്, പാർവതി ഇപ്പൊ പറഞ്ഞില്ലേ, ദ അട്രിബ്യൂട്ട് ഓഫ് എ പ്രൊഡക്ട്സ് പറയോ, ഓഫ് പ്രോഡക്ട്സ്, പ്രൊഡക്റ്റുകളുടെ അട്രിബ്യൂട്ട്, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റാ. എയും പ്ലൂറൽ നൗണും വരില്ല. എയിം ഞാൻ പറഞ്ഞു, എയിം ആനും നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ ആയ കൗണ്ടബിൾ ആയ നൗണിന്റെ കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം, അട്രിബ്യൂട്ട് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് ഇന്നവിറ്റബിൾ, അല്ലെങ്കിൽ അത് പക്ഷേ ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയില്ല, അതുകൊണ്ട് ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുള്ളൂ. ഈ പ്രോഡക്റ്റിന്റെ അട്രിബ്യൂട്ട്, ക്വാളിറ്റി എന്ന് പറയും. അതുകൊണ്ട് എ കട്ട് ചെയ്താൽ മതി, അതാണ് ബെസ്റ്റ് വേ. അട്രിബ്യൂട്ട് ഓഫ് പ്രോഡക്ട്സ് ഈസ് ഇന്നവിറ്റബിൾ. അണ്ടർസ്റ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമോ അത് സൂപ്പർഫ്ലൂസ് സ്റ്റേറ്റ്മെന്റ് ആവില്ലേ? ഇല്ല, അണ്ടർസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടതാണ്, പക്ഷെ അതിൻ്റെ അജിറ്റേഷൻ എന്ന് പറയാം, അതിൽ തെറ്റില്ല. ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ അജിറ്റേഷൻ, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലായതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ, എന്താ പറയുക, ആൾക്കാർ അതിന് പ്രക്ഷോഭം ഉണ്ടാക്കുക എന്ന് പറയില്ല, അതിനാണ് അൺറസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ ഈ അജിറ്റേഷൻ പറയില്ല, പിള്ളേരല്ല പ്രൊട്ടസ്റ്റേഴ്സ് പ്രകടനം ഉണ്ടാക്കില്ല, അതും പറയാം, അതിൽ തെറ്റില്ല. സൂപ്പർഫ്ലൂസ് അല്ല കേട്ടോ അക്ഷയ്, അത് സൂപ്പർഫ്ലൂസ് അല്ല. മൂഡ് കോട്ട്, ഇൻസിപ്പിഡ് അപ്രോച്ച് പറയാം, കൂച്ചുവിലങ്ങിട, അത് തന്നെ കേട്ടില്ലേ. മൂവി വാസ് ഇൻസിപ്പിഡ്, യെസ് ഇറ്റ് ഈസ്, കറക്റ്റ് ആണത്. ദ ഇൻസിപ്പിഡ് അപ്രോച്ച് ഓഫ് ശ്രീലങ്കൻ ഗവൺമെന്റ് അഗ്രവേറ്റഡ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ്, അതാണ് സെന്റൻസ്. യെസ്, ഗ്രേറ്റ്. എക്സാസ്പറേറ്റിംഗ് ഫ്രാഗ് ഓഫ് ലെജൻഡറി നോഷൻസ്, യെസ്, നമ്മൾ അന്ന് പറഞ്ഞപ്പോഴും അക്ഷയ് തന്നെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ക്രൂവൽ. ദ പോയിന്റ് ടേൺഡ് ഔട്ട് ടു ബി മൂട്ട്. Barbarian, yes. Vapid topics are aggravating me, irritating me. All right. Salvation, രക്ഷ, അത് തന്നെ സാൽവേഷൻ ആണ് നൗൺ സാൽവേജിന്റെ. പക്ഷേ സാൽവേജും നൗൺ ആണ് കേട്ടോ, അതോർത്തോണേ. Atheist and religious fanatic aggravated moot beliefs on their percepts. Atheist and religious fanatic aggravated worsen moot beliefs, debatable beliefs on their perceptions. ഓക്കെ, നൊമാഡിക് എന്നർത്ഥം വരില്ല കേട്ടോ. ഈ പറഞ്ഞ സാവേജിന് നൊമാഡിക് എന്നൊരു അർത്ഥമില്ല കേട്ടോ. ദിസ് ലേഡി വേഴ്സൺ ദ സിറ്റുവേഷൻ, ദിസ് ലേഡി വേഴ്സൺസ്, സിംഗുലർ അല്ലേ, അപ്പൊ വേഴ്സൺസ് അല്ലെ വേഴ്സൺഡ്, ഒരു NED കൊടുക്കുക, കുളവാക്കി, ഈ ഒരു സിറ്റുവേഷൻ കുളവാക്കി പുള്ളിക്കാരിയ, എങ്കിൽ ദിസ് ലേഡി വേഴ്സൺഡ് ദ സിറ്റുവേഷൻ കൊടുക്കുക ദേവിക. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ഇൻസിപ്പിഡ് സൂപ്പ്. ഓക്കെ, ഫ്ലേവർലെസ് സൂപ്പ്. ഓക്കെ, Pebble attack by the allies aggravated the situation. All right. Okay. Yes. അടുത്തോട്ട് പോവാം. നെക്സ്റ്റ് സെറ്റ്, ലാസ്റ്റ് സെറ്റ്. 3 വാക്കുകൾ നോക്കാം. ഔസ്റ്റ്, നിങ്ങളറിയാൻ പറയാം, പുറത്താക്കുക, പുറന്തള്ളുക അല്ലേ. ഔസ്റ്റ് ചെയ്യുക, എക്സ്പെൽ ചെയ്യുക, ഡ്രൈവ് ഔട്ട് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഇല്ല അല്ലേ, നമ്മൾ ഒഴിവാക്കി കളയുക, ദാറ്റ് ഈസ് ഔസ്റ്റ്. ഒരുപാട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പ്ലെയിനിൽ നിന്ന് പുറത്താക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അഫക്റ്റ് ആൻഡ് എഫക്റ്റ്, വളരെ കൺഫ്യൂസിങ് ആയ വേർബ്സിൽ പെടുന്നതാണ് അഫക്റ്റ്. ഇന്ന് രണ്ടും ശ്രീലങ്ക ആർട്ടിക്കിളിലുണ്ട്. അഫക്റ്റ് ചെയ്യുക മീൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലേ, ഒരു കാര്യത്തിന് അതിനെ ബാധിക്കുക, ദാറ്റ് ഇസ് അഫക്റ്റ് അല്ലെ. ഒരു കാര്യത്തിനെ ബാധിക്കുന്നതിനെയാണ് അഫക്റ്റ് ചെയ്യുക പറയാം അല്ലെ. ഇൻഫെക്റ്റ് ചെയ്യുക ബാധിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുക ബാധിക്കുന്നു. വേറെ അർത്ഥവും കൂടെ അഫക്റ്റിനുണ്ട്, നമ്മൾ പറയാറുണ്ട് അപ്സെറ്റ് ചെയ്യുക അല്ലെ, ബാധിക്കുന്ന നെഗറ്റീവ് സെൻസ് കേട്ടോ, ബാധിക്കുന്ന നെഗറ്റീവ് സെൻസ്, അതും ഈ പറഞ്ഞ അഫക്റ്റ് പറയും. ട്രബിൾ ചെയ്യുക ഓർ അപ്സെറ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അടുത്തത് എഫക്റ്റ്. എഫക്റ്റ് ആസ് എ വേർബ് ആണ്. എഫക്റ്റ് ചെയ്യുക, എഫക്റ്റ് നൗണുണ്ട് നമുക്കറിയാം. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓഫ് എ സിറ്റുവേഷൻ, എഫക്റ്റ് ഓഫ് എ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ റിസൾട്ട് ഓർ കോൺസിക്വൻസ് എന്ന് പറയും. അപ്പം അതിൻ്റെ എഫക്റ്റ് എന്ന വേർബിൻ്റെ അർത്ഥം അച്ചീവ് ചെയ്യുക ഓർ അക്കംപ്ലിഷ് ചെയ്യുക, ഒരു കാര്യം നേടിയെടുക്കുക, അച്ചീവ് ചെയ്യുക ഓർ അക്കംപ്ലിഷ് ചെയ്യുക, അതാണ് കേട്ടോ എഫക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, മറക്കണ്ട.
All right. Result അല്ലെങ്കിൽ consequence as a noun and verb ആയിട്ട് achieve ചെയ്യുക, accomplish ചെയ്യുക. അതാണ് effect എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് തന്നെയാണ്. ഓർത്ത് വെച്ചോളാം കേട്ടോ. അഫക്റ്റും എഫക്റ്റും രണ്ടും verb ആയിട്ട് ഉപയോഗിക്കും, പക്ഷെ രണ്ടിൻ്റെ മീനിങ് രണ്ടാണ്. അത് ഓർത്തോണം. Yeah, he tries to aggravate the situation. All right. Boring subjects should curtail. Should curtail what? Curtail ഒരു transitive verb. Should be curtailed. അവിടെ എന്ത് ചെയ്യണം? അത് പാസീവ് ആയിട്ട് കൊടുത്തു. അത് ആക്റ്റീവ് വോയിസിലാണ് അതിൻ്റെ കൂടെ ഒബ്ജക്റ്റ് പറയുന്നത്. ഇപ്പം ബോറിംഗ് സബ്ജക്റ്റ് കട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. അപ്പോൾ അത് പാസീവ് വോയിസിലാണ് ഗുരുദാസ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ കൊടുക്കുക, ബോറിംഗ് സബ്ജക്ട് ഷുഡ് ബി കർട്ടെയിൽഡ്. ഷുഡ് ബി വന്നാൽ അത് പാസീവായി. പിന്നെ V3 കൂടെ കൊടുക്കും, കർട്ടെയിൽഡ്. കേട്ടോ ഗുരുദാസേ? Benito Mussolini was ousted from power by the Allies. Yes. The antibiotics may have side effects. Yes. The incident affected her life very badly. That's right. All right. Okay. അപ്പോൾ ഓർത്ത് വെച്ചോണേ, മറക്കണ്ട. ഈ വാക്കുകളും കൂടെ ഓർത്ത് വെക്കുക. ആൻഡ് നമ്മുടെ ഞാൻ പറഞ്ഞു നേരത്തെ, ശരത്തിനോട് പറഞ്ഞു, നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, ഡിഗ്രി ലെവലിൻ്റെ സെക്കൻഡ് ബാച്ച്, ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന PSC ഡിഗ്രി ലെവലിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ബാച്ച്, ഫസ്റ്റ് ബാച്ചിന് ഫില്ലായി പോയി ഫുള്ള്. അപ്പോൾ പുതിയ രീതിയിൽ നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വിടണം. അപ്പോൾ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഇത് ഡെയിലി ആവുന്നത്. ഫസ്റ്റ് ഇതിലാണ് ഓൾട്ടർനേറ്റ്സിൽ ആഴ്ച 4 ദിവസമായിരുന്നു. ഇവിടെ പക്ഷേ എങ്ങനെയാ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വിടും. ഒരു 4.5 മാസത്തിനുള്ളിൽ നമ്മുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കും. അപ്പോഴേക്കും നമുക്ക് പഠിച്ച് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു ബാച്ചിൻ്റെ ഒരു ഇത് കഴിയുക. അവസാന നിമിഷം പഠിക്കാൻ വേണ്ടി നിൽക്കരുത്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. സീരിയസ്ലി, ഐ എം ടെല്ലിങ് യു സീരിയസ്ലി കേട്ടോ, ഓർക്കുക. അപ്പം നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോയാലോ? ആർട്ടിക്കിൾ ടൈം ഫോർ ചേഞ്ച് വളരെ സിമ്പിളായ ഒരു റീഡാണ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. ടൈം ഫോർ ചേഞ്ച്, സമയമായി, മാറാനുള്ള സമയമായി എന്നാണ് നമ്മുടെ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പം നമുക്ക് വായിച്ചു വിടാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ കേട്ടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് ആസ് വെൽ. വീഡിയോ കാണുന്ന ഇത്രയും പേരുണ്ടായിട്ട് എനിക്ക് ലൈക്ക് ഇടുന്നില്ലെന്ന് പറയുമ്പോൾ ദാറ്റ്സ് സോ സാഡ് അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ കേട്ടോ. ദാറ്റ് ഇൻസിഡന്റ് അഫക്റ്റഡ് ഹെർ ലൈഫ് വെരി ബാഡ്ലി. ഓക്കെ, ഹി മൂട്ടഡ് ഹിസ് പോയിന്റ്സ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ടീം. ഹി മൂട്ടഡ് ഹിസ് പോയിന്റ്സ്. ഓക്കെ, അവിടെ മൂട്ട് എന്ന വാക്ക് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിപ്പോൾ? റേസ്ഡ് അല്ലേ? റേസ്ഡ് ഹിസ് പോയിന്റ്സ്, ബ്രോച്ച് ഹിസ് പോയിന്റ്. ഓക്കെ, raised his points as a representative of the team. Okay. Nowadays, new gens എന്ന് പറയില്ല, new gen എന്ന് പറഞ്ഞു. ന്യൂ ജെൻ പീപ്പിൾ പറഞ്ഞു, ന്യൂ ജെൻ ബോയ്സോ ന്യൂ ജെൻ എന്ന് പറഞ്ഞു. ന്യൂ ജനറേഷൻ എന്ന് പറയണം, മനസ്സിലായോ? അത് ഷോർട്ട് വാക്കാണ്. ഓക്കെ, അത് അപ്പം ജെൻസ് പറയില്ല, ന്യൂ ജനറേഷൻ കൊടുക്കുക. Nowadays, new generation broaches their views on religious views as well as its transparency heading atheist nature. Okay. Yes, insipid food spoiled the entire day. Okay. അത് ഗുരുദാസനോട് ചോദിച്ചായിരുന്നു. ഡിഗ്രി പ്രിൻസ് നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് തുടങ്ങാം? റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ, എന്നാലേ കാര്യമുള്ളൂ. മനസ്സിലായോ? എത്ര പേരുണ്ടാവും എന്നുള്ള അനുസരിച്ച് ഇല്ല, പിന്നെ വെറുതെ ഇതാവൂലേ. സ്പോയിൽഡ് പറയാം കേട്ടോ. സ്പോയിൽഡും ഉണ്ട്. അത് ഇന്നാണ് ഞാൻ ക്ലാസ്സിൽ ഒരു തവണ പറഞ്ഞത്. ഓക്കെ, എനിക്ക് സ്പോയിൽഡും ഉണ്ട് രണ്ടും കറക്റ്റാ കേട്ടോ കാർത്തിക. V3 സ്പോയിൽഡും ഉണ്ട് രണ്ടും കറക്റ്റാ. ഓക്കെ, our boss ousted us from the company. Okay. Hi Prem Nival, it's a regional language. We cannot go completely in Punjabi or Hindi. I'm so sorry for that. If you can understand English, then it's okay. So I cannot teach you, or I cannot handle Punjabi as a whole. That's it. So if you can understand English, please. I think you understand English well, right? So try to listen to it and you will get to it. All right? So, time to change, that's our heading. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈറ്റിൽ കേട്ടോ. Time for change. The IMD must update some processes and stress on shorter forecasts. IMD, India Meteorological Department. IMD must update some processes. Updation കൊണ്ടുവരണം. നമ്മൾ പറഞ്ഞല്ലോ അപ്ഡേറ്റ് ആയിരിക്കണം, നമ്മൾ പുതിയ കാര്യങ്ങളിൽ അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. ആൻഡ് സ്ട്രെസ് കൊടുക്കുക, എംഫസൈസ് ചെയ്യണം. എംഫസൈസ് ഓൺ പറയില്ല, എംഫസൈസ് ചെയ്യുക, എൻ്റെ കൂടെ ഓൺ വരില്ല. സ്ട്രെസ്സിൻ്റെ കൂടെ ഓൺ എന്ന ഫ്രേസ് പ്രിപ്പോസിഷൻ യു ക്യാൻ ആഡ് കേട്ടോ. സ്ട്രെസ് ഓൺ ഷോർട്ട് ടേം ഫോർകാസ്റ്റ്. നമ്മൾ കുറച്ച് ഷോർട്ട് ടേമിലുള്ള ഫോർകാസ്റ്റ് മുന്നോട്ട് വെക്കുക. ലോങ് ടേമിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ബിക്കോസ് അപ്പോൾ ഇമീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. സോ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം പ്രോസസ്സിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഫോർകാസ്റ്റുകൾ മസ്റ്റ് ബി ഓൺ എ ഷോർട്ട് ടേം ബേസിസ്, കുറച്ചുകൂടെ ഷോർട്ട് ടേം ബേസിസിലായിരിക്കണം കാര്യങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ചേഞ്ചിനുള്ള സമയമായി. സോ ലെറ്റ്സ് സീ, നമുക്കത് മൺസൂണിനെ പറ്റിയൊക്കെയാണ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നോക്കാം. ദ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD ഹാസ് ഫോർകാസ്റ്റ് എ നോർമൽ മൺസൂൺ ഫോർ ദിസ്
year or 99% of the long period average LPA of 87 centimeter. The IMD has a multi-stage monsoon forecast system. The April forecast usually has little detail on how much rain is expected during each of the monsoon months and whether the rain will be lopsided or evenly distributed geographically. The IMD usually shares this in late May or early June, just around the time the monsoon is. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്തു ഒരു നോർമൽ മൺസൂൺ ഈ ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഫോർകാസ്റ്റ് ചെയ്തു. ഫോർകാസ്റ്റ് എന്ന വേർബ് നോക്കിയേ, ഹാസ് ഇൻഡ് V3, V1, V2, V3 ഫോർകാസ്റ്റ്, ടെലികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്, ഫോർകാസ്റ്റ് എല്ലാത്തിനും കാസ്റ്റ് വേർഡ്സ് എല്ലാം ഓർത്തോണേ. അത് V1, V2, V3 ഒക്കെ എന്താണ്, ഇതാണ് കേട്ടോ, സെയിം വേർഡാണ്, ഓർത്തോണം. ഫോർ പുട്ട് അല്ലേ, അതുപോലെ ഫോർകാസ്റ്റ്, ടെലികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ മൺസൂണ് പറഞ്ഞിട്ടുണ്ട്. അതായത് 99% ഓഫ് ലോങ് പീരിയഡ് ആവറേജ് LPA പറഞ്ഞിട്ടുണ്ട്. 87 സെന്റിമീറ്റർ റെയിൻ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്ന വെച്ചാൽ ഇതൊരു മൾട്ടി സ്റ്റേജ് മൺസൂൺ ഫോർകാസ്റ്റ് സിസ്റ്റം ആണെന്ന് അവർ പറയുന്നത്. അതായത് ഇവർ പറഞ്ഞാൽ ചേഞ്ച് വരുത്തുന്നത്. കാരണം വെച്ചാൽ ഏപ്രിൽ ഫോർകാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ഒന്നുമില്ല. ഇറ്റ് ഹാസ് നോ ഡീറ്റെയിൽ അറ്റ് ഓൾ. ലിറ്റിൽ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താ, നോ ഡീറ്റെയിൽ. പ്രത്യേകിച്ച് ഏപ്രിൽ ഫോർകാസ്റ്റിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നുമില്ല. എത്ര റെയിൻ നമുക്ക് ഓരോ മാസവും how much rain is expected during each of the monsoon months. ഓരോ മൺസൂൺ മാസത്തിൽ നമുക്ക് എത്ര റെയിൻ കിട്ടുമെന്നുള്ള കൊടുത്തിട്ടില്ല. ഒരു ആവറേജ് ഒരു ഇയറിലേക്ക് വേണ്ടി 99%, അതായത് 87 സെന്റിമീറ്റർ റെയിൻ കിട്ടുമെന്നേ പറയുന്നുള്ളൂ. അതായത് റെയിൻ എങ്ങനെയാണ്, ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ ആയിരിക്കുമോ ഓർ അൺഈവൻ ആയിരിക്കുമോ, ഓപ്സൈഡഡ് ആയിരിക്കുമോ ഓർ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുമോ എന്നുള്ള കാര്യമൊന്നും ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ IMD യൂഷ്വലി ഷെയർ ചെയ്യുന്നത് ഒന്നുകിൽ മെയ് മാസം അവസാനമാവും അല്ലെങ്കിൽ ഏർലി ജൂൺ ആകുമ്പോഴേക്കുമാണ് നമുക്ക് ഈ പറയുന്ന മന്തിന്റെ ബേസിസിൽ ഡീറ്റെയിൽ വരിക. അപ്പോഴേക്കും മൺസൂൺ ഇസ് എമിനന്റ് ഓവർ കേരള, അപ്പോഴേക്കും മൺസൂൺ അങ്ങ് എത്തും. ഇറ്റ് ഇസ് അപ്രോച്ചിങ്, അപ്പോഴേക്കും മൺസൂൺ ഇങ്ങ് വന്നങ്ങ് എത്തി. അപ്പൊ നമുക്കൊരു മുൻകരുതൽ എടുക്കാനുള്ള സമയം പോലും കിട്ടില്ല. അതാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മുടെ കേരളത്തിലെ വെതർ റിപ്പോർട്ടിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് നമ്മൾ പറയാറ്. The forecast in April is thus only a general indicator and of little public utility. A normal monsoon forecast this year is also predicated on the absence of an El Nino, a warming of the Central Pacific linked to the drying up of monsoon rains. However, another ocean parameter called the Indian Ocean Dipole, the positive phase of which is associated with good rains, has also been forecast to be neutral or unhelpful for the monsoon. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഏപ്രിലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിലിലെ ഫോർകാസ്റ്റ് ശരിക്കും ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം, ജനറൽ ഒരു ഐഡിയ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേകിച്ച് പബ്ലിക്കിന് നോ യൂസ് അറ്റ് ഓൾ, പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പബ്ലിക് യൂസിന് ഗുണമുള്ള ഒരു കാര്യമൊന്നും അവർ പറയുന്നുണ്ട്. ജനറൽ ഇൻഡിക്കേറ്റർ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി ഇത് കിട്ടുക എന്നല്ലേ. ഒരു ഇയറിന്റെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്, നോർമൽ മൺസൂൺ ഇയറിലെ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു എൽ നിനോയുടെ ആബ്സെൻസ് പറയുന്നുണ്ട്. പ്രെഡിക്കേറ്റ് ചെയ്തെങ്കിൽ ഒരു കാര്യത്തിൽ ഇത് പറയുന്ന ആബ്സെൻസ് ഓഫ് ആൻ എൽ നിനോ, അതായത് ഒരു വാർമിംഗ് ആണ്. എൽ നിനോ എന്ന് പറയുന്ന ഒരു വാർമിംഗ് ആണ്, പസഫിക് ഏരിയയിലുള്ള ഒരു വാർമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ പസഫിക്കിലുള്ള ഒരു വാർമിങ്ങിനെയാണ് എൽ നിനോ എന്ന് പറയാം. അപ്പോൾ ഈ എൽ നിനോന്റെ കാരണം കൊണ്ട്, ഈ എൽ നിനോ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൺസൂണിനൊക്കെ ഡ്രൈ അപ്പ് ചെയ്ത് കളയും. അതായത് ഡ്രൈ അപ്പ് ചെയ്ത് കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്ടാക്കും അത്. അപ്പോൾ മൺസൂൺ കുറയും, മൺസൂൺ റെയിൻസ് അങ്ങ് കുറയും. ഡ്രൈ അപ്പ് മീൻസ് യൂട്ടിലൈസ് ചെയ്യും, അതിൻ്റെ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി യൂസപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് കളയും. അപ്പോൾ പിന്നെ ഡ്രൈ അപ്പ് മീൻസ് മൊത്തം വറ്റി വരണ്ടും, അപ്പോൾ റെയിൻ്റെ അളവ് കുറയും. എന്നാൽ വേറൊരു ഓഷ്യൻ പാരാമീറ്റർ കൂടെ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഡയപ്പോൾ എന്നൊരു പാരാമീറ്ററിനെ പറ്റിയും പറയുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവ് ഫേസ് കൊണ്ടുവരുവാണ്. നല്ല മഴയ്ക്ക് കാരണം ഈ ഇന്ത്യൻ ഡയപ്പോൾ, ഓഷ്യൻ ഡയപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല മഴ കിട്ടുമെന്നും പറയുന്നുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം വരിക, ഇത് രണ്ടിൻ്റെ കൂടെ എക്സിസ്റ്റൻസ് വരുമ്പോൾ ഒന്ന് കൂടാനും ഒന്ന് കുറയാനും ചാൻസ് വരുമ്പോഴേക്കും മൊത്തത്തിൽ നമുക്കൊരു ജനറൽ ഐഡിയ മാത്രമേ കിട്ടുള്ളൂ. മിക്കവാറും ഒരു മീഡിയോക്കർ ലെവലിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഫോർകാസ്റ്റ് ചെയ്തേക്കുന്നത് എന്താ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിലല്ലേ പറഞ്ഞേക്കുന്നത്. ഒരെണ്ണടുത്ത് കൂടുതൽ മഴ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ കാരണം, എൽ നിനോ കാരണം മഴ മൊത്തം കുറയുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ജനറൽ അവയർനെസ് ആയിട്ട് കിട്ടുന്ന ഐഡിയ ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് അൺഹെൽപ്ഫുൾ ഫോർ ദ മൺസൂൺ. മൺസൂണിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ടു അസ്, അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് അസ്. ശരിക്കും നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല, വാട്ട് ഈസ് ഹാപ്പനിങ്, എത്ര മഴ കിട്ടുമെന്നോ എന്നുള്ള ഐഡിയ കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അതാണ് ചേഞ്ച് ചെയ്യണമെന്നാണ് ഓതർ പറയുന്നത്. സോ ലെറ്റ്സ് സീ, അനലിറ്റിക്കലായിട്ട് പോകുന്നുണ്ട്. ദർ ഹാസ് ഓൾസോ ബീൻ another significant bit of information made public. The IMD has changed its definition of the LPA
which is an indication of the average rainfall over a 50-year interval and as per the norms of the World Meteorological Organization, to which India is a signatory, should be updated every 10 years. For myriad reasons, the IMD stuck with an LPA number of 89 centimeter, the average monsoon rain from 1951 to 2000 until 2018, when it was updated to 88 centimeter to reflect the average from 1961 to 2010. And now, to count for the 1971 to 2021 interval, the number is 87 centimeter. While on the surface, it might look like India is losing just a centimeter of rainfall every decade, it must be remembered that this. അപ്പോൾ ഇവിടെ ചെറിയ പോരായ്മ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കാരണം വെച്ചാൽ ഇതൊരു ഇൻഡിക്കേഷൻ ആണ്. നോക്കുക, ഈ IMDയുടെ ഡെഫിനിഷൻ ഓഫ് LPA എത്ര റെയിൻ കിട്ടുമെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എമൗണ്ടിന്റെ ഇത് കാര്യമുണ്ടല്ലോ, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ആവറേജ് റെയിൻഫോൾ. ഒരു 50 വർഷത്തെ ഇന്റർവൽ ടൈം നമ്മൾ കൊടുക്കും. ഒരു ഇത് മുതൽ വരാൻ പോകുന്ന 50 വർഷത്തേക്ക് ഒരു ഇന്റർവലിനുള്ളിൽ ഒരു ലോങ് ടേം ബേസിസിൽ അവർ ചിന്തിക്കുക. അല്ലാതെ ഈ വർഷം വരുന്ന ക്ലൈമറ്റിക് ചേഞ്ച് കാരണം ഈ വർഷം എത്ര മഴ വരും അങ്ങനെയല്ല ഇവരെടുത്തേക്കുന്നത്. അതാണ് ആസ് പെർ ദ നോംസ് ഓഫ് റൂൾസ് ഓഫ് ദി വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ ഒരു 50 വർഷ കണക്ക്, അതായത് ഞാൻ പറഞ്ഞല്ലോ 50 വർഷ കണക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തെ ഒരു ലോങ് ടേം ബേസിസിലാണ് ഇവർ മഴയെ പറ്റിയുള്ള ചിന്ത വരുന്നത്. അപ്പോൾ അതിൽ ഈ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഒരു സിഗ്നറ്ററി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യ സിഗ്നറ്ററി ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു 10 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് എങ്കിലും ചെയ്യും. 50 വർഷം ഇസ് ലോങ് ടേം, ഒരു 10 വർഷം ആണെങ്കിൽ ദാറ്റ്സ് ഗുഡ് എന്നാണ് പറയുന്നത്. മിരിയഡ് റീസൺ, മിരിയഡ് എന്ന വാക്കിനർത്ഥം നമ്പർ ഓഫ്, ന്യൂമറസ്, ഫോർ ന്യൂമറസ് റീസൺസ്, ഒരുപാട് കാര്യങ്ങൾ. മിരിയഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറസ് എന്നാണ് അർത്ഥം. ഞാനത് ഇട്ട് തരാം, മറന്നുപോയി. മിരിയഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറസ്, നമ്പർ ഓഫ് എന്നർത്ഥം. ഓക്കെ, ന്യൂമറസ് റീസൺസ് IMD, ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സ്റ്റക്ക് വിത്ത് LPA നമ്പർ ഓഫ്. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. കാരണങ്ങൾ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. LPA നമ്പർ ഇങ്ങനെയാണ്, 89 സെന്റിമീറ്റർ പറയുന്നത്. അതായത് 1951 മുതൽ 2000 വരെയുള്ള സമയത്ത് 89 സെന്റിമീറ്റർ റെയിൻഫോൾ ആയിരുന്നു. അതാണ് നമ്മൾ 2018 വരെ നോക്കിക്കൊണ്ടിരുന്നത്. അൺടിൽ 2018 വരെ നമ്മൾ ആ ഒരു ലെവലിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അത് അപ്ഡേറ്റഡ് ആയി പിന്നെ 88 സെന്റിമീറ്റർ ആയിട്ട് അടുത്തുള്ള ഒരു സെന്റിമീറ്റർ കുറഞ്ഞേ. അത് 1961 മുതൽ 2010 വരെ നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ കൗണ്ട് പറയുന്നത് 1971 മുതൽ 2020 വരെയുള്ള ഇന്റർവെല്ലാണ് പറയുന്നത്. ആ ഒരു എമൗണ്ട് ആണ് 87. അപ്പോൾ നോക്കുക, ഓരോ എമൗണ്ട് നിങ്ങളൊന്ന് നോക്കി പൊക്കെ. ആദ്യത്തെ 50 ഇയേഴ്സിന്റെ എമൗണ്ടിൽ 89 ആയിരുന്നു. അതിൽ നിന്ന് പിന്നെ 88 വന്നു, ഇപ്പോൾ 87 വന്നു. ദാറ്റ് മീൻസ് ഇന്ത്യ ഈസ് ലൂസിങ് ജസ്റ്റ് 1 സെന്റിമീറ്റർ റെയിൻ എവറി ഇയർ. എല്ലാ ഇയറിലും ഇന്ത്യക്ക് ഓരോ സെന്റിമീറ്റർ റെയിനെ കുറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഓൺ ദ സർഫസ് ഇതാണ് നമുക്ക് എന്ത് മനസ്സിലാവും. ജസ്റ്റ് ഒറ്റ സർഫസിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഓരോ വർഷവും ഇന്ത്യക്ക് 1 സെന്റിമീറ്റർ റെയിനെ കുറയുന്നുള്ളൂ. ഓരോ ഡെക്കേഡിലും അല്ലെ, ഓരോ 10 വർഷത്തിനിടയിലും ഇന്ത്യക്ക് ആകെ ഓരോ 10 വർഷത്തിനിടയിലും ഇന്ത്യക്ക് 1 സെന്റിമീറ്റർ റെയിനെ ജസ്റ്റ് ഇതാവുന്നുള്ളൂ. സോ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് ദിസ് കൺസീൽസ്, ദിസ് ഹൈഡ്സ്, കൺസീൽ ചെയ്യുക, ഇത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. Wide shifts in rainfall while computed at the state and district levels as the monsoon rain is highly uneven. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്ത് വിടുവാണ് എന്ത് ഷിഫ്റ്റ്, റെയിൻഫോളിന്റെ ഷിഫ്റ്റ്. ശരിക്കും അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ അവസ്ഥ, അതായത് റെയിൻ്റെ മൂവ്മെന്റ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ് വളരെ ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് അൺഈവൻ ആണ്, ഹൈലി അൺഈവൻ ആണ്. നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ സ്ഥലങ്ങളിലും ഓരോന്നാണ് അല്ലേ. അപ്പോൾ ഇന്ന സ്റ്റേറ്റിൽ ഇത്ര കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ റൂറൽ ഏരിയയിലും ഇന്ന ഏരിയയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും കിട്ടുക. സോ അത് വളരെ ഒരു പോരായ്മയായിട്ട് ഇവിടെ കിടക്കുവാണ്. Then the IMD explains the loss of a centimeter every decade as a part of natural cycle of the monsoon, where 30 years of less rain or a dry epoch is followed by 30 years of a wet epoch. India began a dry epoch in 1970 to 80 decade, and IMD says it is now in a neutral phase and will enter a wet epoch in the decade 2030, 2020, 2040. The IMD has presented research over the years documenting the changes in the weather and rainfall in recent years down to sub-district. നോക്കണേ, അപ്പോൾ IMD പറയുന്ന, ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ലോസ് ഓഫ് 1 സെന്റിമീറ്റർ റെയിൻ എവറി ഡെക്കേഡിൽ, ഓരോ 10 വർഷത്തിനിടയിലും ഇന്ത്യയിൽ ഓരോ ഇത് നിന്നൊരു നാച്ചുറൽ സൈക്കിളാണ്. കാരണം വെച്ചാൽ 30 വർഷത്തിനിടയിൽ മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഒരു 30 വർഷത്തിൽ ലെസ് റെയിൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഒരു ഡ്രൈ എപ്പോക്കിലോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത 30, അതായത് ലെസ് റെയിൻ, അതായത് ഒരു ഡ്രൈ എപ്പോക്കിലായിരിക്കും. അതിനുശേഷം വെറ്റ് എപ്പോക്കിലോട്ട് ഒരു എറ ഡ്രൈ എറയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു വെറ്റ് എപ്പോക്കിലോട്ട് അടുത്ത 30 വർഷത്തിൽ വെറ്റ് എപ്പോക്കായിരിക്കും. അപ്പോൾ ഇന്ത്യ ഇപ്പം ശരിക്കും പറഞ്ഞാൽ 1970 മുതൽ 80 വരെ ഡെക്കേഡിൽ ഡ്രൈ എപ്പോക്കിലായിരുന്നു. അതനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ഇതിലായിരിക്കും പോകാൻ പോകുന്നത്.
ന്യൂട്രൽ ഫേസിലായിരിക്കും ഈ ഒരു ഡെക്കേഡ് പോകാൻ പോകുന്നത്. ആൻഡ് 2030-40 ആകുമ്പോഴേക്കും അത് വെറ്റപ്പോക്കിലോട്ട് നല്ല മഴ ഉള്ള കാലഘട്ടത്തിലോട്ട് പോകും. 2030-40 ഇതാണ് ഇവരുടെ ഒരു കണക്ക് പറയുന്നത് കേട്ടോ. മാത്രമല്ല ഇവർ ഒരുപാട് ഡോക്യുമെന്റ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. വെതറിന്റെയും റെയിൻഫോളിന്റെയും കാര്യത്തിലൊക്കെ റീസെന്റ് ഇയർ ആയിട്ട് സബ് ഡിസ്ട്രിക്ട് ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താ പറയുക, ഒന്നുകൂടെ ഒന്ന് ചേഞ്ചസ് ഡൗൺ ടു കുറച്ചുകൂടെ സബ് ഡിവിഷനിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നുണ്ട്, 2 levels. ആൻഡ് ഹാസ് സെഡ് ദാറ്റ് ഗ്ലോബൽ വാർമിംഗ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പറയില്ലേ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇൻ ഇറ്റ്സ് ടെൻഡൻസി ടു ഹീറ്റ് ദ ഓഷൻസ് ഹാസ് സർട്ടൻലി ഹാഡ് എ റോൾ ടു പ്ലേ. ഗ്ലോബൽ വാർമിംഗ് വലിയൊരു പ്രശ്നമാണ്, അതിന് വലിയൊരു റോൾ ഉണ്ട് ഇവിടെ. മച്ച് ലൈക്ക് ടു അപ്ഡേറ്റ് ടു ദ ആവറേജ്, ദ IMD മസ്റ്റ് അപ്ഡേറ്റ് സം പ്രോസസ്സസ് ആൻഡ് ലേ സ്ട്രെസ് ഓൺ ഷോർട്ടർ ഫോർകാസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടി ഷോർട്ട് ടേം ഫോർകാസ്റ്റിലോട്ട് IMD മുന്നോട്ട് വന്നില്ല ശരിയാവില്ല. എ മന്ത് ഓർ എ fortnight ahead rather than maintain chronistic traditions of a long range forecast that are neither accurate nor useful. accurate അല്ല യൂസ്ഫുൾ അല്ലാത്ത ഇതിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം പറഞ്ഞു വരുന്ന അവസാനിക്കുന്ന ഇങ്ങനെയാണ്. ഗ്ലോബൽ വാർമിംഗ് വലിയൊരു പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ IMD കുറച്ചൊരു അപ്ഡേറ്റഡ് ആയിരിക്കണം പ്രോസസ്സുകൾക്ക്. എന്നിട്ട് എംഫസിസ് കൊടുക്കേണ്ടത് എന്തിലാണ്? ഷോർട്ട് ടേം ഫോർകാസ്റ്റുകളിലായിരിക്കും. അതായത് ആ ഷോർട്ട് ടേം ഫോർകാസ്റ്റ് കൊടുക്കുമ്പോൾ അത് ഒരുപക്ഷെ അടുത്ത മാസത്തേക്ക് ആണെങ്കിൽ ഈ മാസം മെയ് മാസത്തെ ഫോർകാസ്റ്റ് കൊടുക്കുന്നെങ്കിൽ ഈ മാസം തന്നെ അറിയിക്കാൻ ശ്രമിക്കുക, ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ ഫോർത്ത് എങ്കിലും അറിയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് വളരെ ഡിലേ ആണെന്നുള്ള രീതിയിൽ ഇച്ചിരി ഒരു ക്രിറ്റിസിസം കൊണ്ടുവന്നുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. പിന്നെ സട്ടിൽ ക്രിറ്റിസിസം ഇവിടെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ അക്രോണിസ്റ്റിക് ആയിട്ട് ഈ പീരീഡിൽ പറയുന്ന വേറെ ഏതോ പീരീഡിലെ കാര്യം പറയും, ഒട്ടും അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഒരു ഓർഡറിലല്ല പറയുന്നത്. ഈ പീരീഡിൽ പറയുന്ന കാര്യം വേറെ ഏതോ പീരീഡിലെ കാര്യമാണ്. അക്രോണിസ്റ്റിക് ട്രഡീഷൻസ് കൊണ്ടുവരാതിരിക്കുക, ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് കൊടുക്കാതിരിക്കുക. ദേ ആർ ആക്യുറേറ്റ് അല്ല, നീദർ ആക്യുറേറ്റ്, അത് ആക്യുറേറ്റും അല്ല യൂസ്ഫുള്ളും അല്ല. ഉപയോഗവുമില്ലാത്ത, ഉപയോഗശൂന്യമായതും എന്നാൽ ആക്യുറസിയും ഇല്ലാത്ത ആർട്ടിക്കിൾ ഫോർകാസ്റ്റ് കൊണ്ടുവരാതിരിക്കുക എന്ന് പറഞ്ഞ് ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അനലിറ്റിക്കൽ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ലിറ്റിൽ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. ഇൻഫോർമേറ്റീവിനേക്കാളും കുറച്ചൊരു ക്രിട്ടിക്കൽ ആയെന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് സട്ടിൽ ക്രിറ്റിസിസം കേട്ടോ, അതുകൊണ്ട് നോക്കുക. ഓക്കെ ഓക്കെ ക്ലിയർ? ഓക്കെ ക്ലിയർ ആണോ? പക്ഷെ എന്താ ചോദിച്ചേ? റിലീജിയസ് വ്യൂസ് ഓൺ റിലീജിയൻ, ഒന്നുകിൽ വ്യൂസ് ഓൺ റിലീജിയൻ പറയാം, അല്ലെങ്കിൽ റിലീജിയസ് വ്യൂസ്, രണ്ടും കറക്റ്റാണ്. ഏതായാലും സെൻറ്റൻസിനെ പറ്റിയാണോ ചോദിച്ചത്? അതുപോലെ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഇക്കണോമിക് ബാലൻസ് എന്നല്ലേ വരേണ്ടത്. ഇക്കണോമിക് ഇംബാലൻസിന് എങ്ങനെയാണ് ഇംബാലൻസ് ആണോ കൊടുത്തിരുന്നത്? അഡ്വേഴ്സ്ലി അഫക്റ്റ് ഇക്കണോമിക് ബാലൻസ്, അതാണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അത് തന്നെയാണ് കറക്റ്റ്. ഇമ്മൂട്ടഡ് ഹിസ് പോയിന്റ്സ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ടീം അല്ലേ കറക്റ്റ്. എ വന്നാൽ ഒരുപാട് പേരിൽ ഒരാൾ എന്ന അർത്ഥമല്ലേ? ഗ്രൂപ്പിന്റെ വക്താവ് ഒരാളല്ലേ പൊതുവെ വരൂ. മ്യൂട്ടഡ് ഹിസ് പോയിന്റ്സ് ആസ് ദ റെപ്രസെൻറ്റേറ്റീവ്, ആസ് എ റെപ്രസെൻറ്റേറ്റീവിലും കുഴപ്പമില്ല. ഒരു റെപ്രസെൻറ്റേറ്റീവ് തെറ്റില്ല. ആസ് ദ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞതില്ല, ആസ് എ റെപ്രസെൻറ്റേറ്റീവിലും ഒരു തെറ്റില്ല കേട്ടോ അക്ഷയ്, അത് കുഴപ്പമില്ല. അയ്യോ, ഞാൻ അക്രോണിസ്റ്റിക് എന്നാണ് പറഞ്ഞത്. ഐം സോറി, അനക്രോണിസ്റ്റിക് ആണ്. ഇറ്റ്സ് അനക്രോണിസ്റ്റിക്. സോറി. ഓക്കെ, മനസ്സിലായെങ്കിൽ ഒരു തംസ് ഇട്ടോ. നമുക്ക് നേരെ പോയി നമ്മുടെ സ്പോട്ട് ദ റിക്വസ്റ്റിലോട്ട് പോകാം. ക്ലിയർ എങ്കിൽ ലെറ്റ്സ് മൂവ് ടു അവർ സ്പോട്ട് ദ റിക്വസ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ. ദിസ് പോസിബിലിറ്റി ഈസ് വാട്ട് മേക്സ് ദ April 24 റൺ ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് കോൺസിക്വൻഷ്യൽ presidential elections on France in decades. എന്താണ് ഇവിടുത്തെ എറർ പറയാമോ? സോ സിമ്പിൾ, വളരെ സിമ്പിളായൊരു എററാണ്. പറഞ്ഞ ഏതാ എറർ എന്ന് പറയൂ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ എറർ നോക്കാം. ദിസ് പോസിബിലിറ്റി ഈസ് വാട്ട് മേക്സ് ദി April 24 റൺ ഓഫ് വൺ ഓഫ് ദി മോസ്റ്റ് കോൺസിക്വൻഷ്യൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് ഓൺ ഫ്രാൻസ് ഇൻ ഡെക്കേഡ്സ്. പറയൂ എന്താണ് ഇവിടുത്തെ എറർ? ഓക്കെ, പറയാമോ? എവിടുത്തെ ഇലക്ഷനാ?
ഫ്രാൻസിൻ മെയിൽ സംതിങ് ഇസ് അഫക്റ്റിംഗ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഫ്രാൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. ഫ്രാൻസിന്റെ മേലെ എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. ദിസ് പോസിബിലിറ്റി ഇസ് വാട്ട് മേക്സ് ദി April 24 റൺ ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് കോൺസിക്വൻഷ്യൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. വൺ ഓഫ് ദ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വൺ ഓഫ് ദ അല്ലെങ്കിൽ വൺ ഓഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരണം? പ്ലൂറൽ നൗൺ വരണം. അത് കറക്റ്റാ, അവിടെ അതും തെറ്റില്ല. അപ്പൊ പിന്നെ എറർ വരുന്ന ഒരു പാട്ടുണ്ടാവുള്ളൂ. ഏതാ? ഓൺ ഫ്രാൻസ് ആണോ? അല്ല, ഇൻ ഫ്രാൻസ് അല്ലേ. ഫ്രാൻസിൽ ഇൻ ഡെക്കേഡ്സ്, എന്താ 10 വർഷങ്ങളായി അല്ലെങ്കിൽ 10 വർഷങ്ങളുടെ കാലയളവുകളായി ഫ്രാൻസിൽ ഒരു ഇതാണ് വരുന്നതെന്ന് പറയുന്നത്. സോ ആൻസർ ഇറ്റ് ഇൻ ഫ്രാൻസ്. ഓൺ ഡെക്കേഡ്സ് അല്ല, ഓൺ ഡെക്കേഡ്സ് അല്ല ശ്രേയ, ഇറ്റ്സ് ഇൻ ഡെക്കേഡ്സ്. ഡെക്കേഡ് ഇൻ ഡെക്കേഡ് തന്നെയാണ്. ഇൻ ഫ്രാൻസ് ആണ്. സ്ഥലം നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഇന്നാണ് പറയാം. യു നോ ദാറ്റ് അല്ലേ? അപ്പോൾ അത് ഓർക്കും. സോ അടുത്തലോട്ട് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യെറ്റ് ദ രാജപക്ഷ റഷ്യം cannot fully absolve itself from having led the country to the present situation. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എനിക്ക് ആൻസർ തരണം. ഇപ്പം ഞാൻ എന്തായാലും പറയുന്നില്ല, ആരും പറയണ്ട. ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നിട്ട് എനിക്ക് ആൻസർ കോമെന്റ് സെക്ഷനിൽ തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാൻ കുറേ പേരുണ്ടെന്ന് വിചാരിക്കുന്നു. ജോയിൻ ചെയ്യാനുള്ളവർ വേഗം ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ. ലൈവിൽ വന്നവർക്കും റെക്കോർഡ് കാണുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ഫീഡ്ബാക്ക് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫീഡ്ബാക്സ് അറിയിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. അതുപോലെ കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് ആൻഡ് യുവർ സജഷൻസ്, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം. ഞാൻ എപ്പോഴും ആൻസർ തരും. ആൻഡ് അതുപോലെ തന്നെ ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, യുവർ കൊളീഗ്സ് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യു നോ വാട്ട് ടു ഡു, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം ഒന്ന് പരിഗണിക്കുക, ഒന്ന് ആലോചിക്കുക. ഓക്കെ, അതുപോലെ തന്നെ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ഫ്രീ ക്വിസസ്, മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇഫ് യു ഡൗൺലോഡ് ഇറ്റ് കേട്ടോ. അപ്പം ഇന്ന് മൊബൈൽ ഫോണിൽ ഫ്രീ അല്ലേ, യു ക്യാൻ അറ്റൻഡ് ഫ്രീ ക്വിസസ് ആൻഡ് മോക്ക് ടെസ്റ്റുകളൊക്കെ. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. കോഴ്സസ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ ക്വിസസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, റിഡീം ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും പൈസ കുറയും. സോ ദാറ്റ്സ് സോ ഇക്കണോമിക്കൽ, അത് ശ്രദ്ധിക്കാം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ നാളെ നമുക്കാകാം. കോമെന്റ് സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ബി ഹാപ്പി. ബൈ, ടേക്ക് കെയർ.